വാർത്തകളിലേക്ക് നോക്കാം. ടോപ്പ് ഹെഡ്ലൈൻസ്. സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. വോട്ടെടുപ്പ് ഏപ്രിൽ 2ാം വാരം ഒറ്റഘട്ടമായി നടത്തുമെന്ന സൂചന. മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്ത മാസം കേരളത്തിലെത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കാൻ മുന്നണികൾ. ടേം വ്യവസ്ഥയ്ക്ക് ഇളവ് നൽകി സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ LDF നീക്കം. സീറ്റ് വിഭജന ചർച്ചകൾ സജീവമാക്കി UDF. എ ക്ലാസ് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കാൻ BJP. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ നടന്നത് വിശാല ഗൂഢാലോചനയെന്ന് SIT. ശ്രീകോവിലിലെ ബാക്കി സ്വർണം കൂടി മോഷ്ടിക്കാൻ പദ്ധതിയിട്ടു. ഉണ്ണികൃഷ്ണൻ പൊറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവർ ബംഗളൂരുവിൽ വെച്ച് ഗൂഢാലോചന നടത്തിയെന്ന് റിപ്പോർട്ട്. SIT വെളിപ്പെടുത്തൽ ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ എതിർത്ത് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പ്രതിപക്ഷ നേതാവും മണപ്പാട്ട് ഫൗണ്ടേഷനും തമ്മിലുള്ള ബന്ധത്തിൽ സംശയമുണ്ടെന്ന് വിജിലൻസ്. PD സതീശന്റെ വിദേശയാത്ര ചെലവ് വഹിച്ചത് മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന റിപ്പോർട്ട്. പദ്ധതിക്കായി ഫൗണ്ടേഷൻ പുതിയ ബാങ്ക് അക്കൗണ്ട് തുറന്നു. പണം സ്വരൂപിച്ച ട്രസ്റ്റും മണപ്പാട്ട് ഫൗണ്ടേഷനും തമ്മിൽ MOU ഒപ്പുവെക്കാത്തത് സംശയാസ്പദമെന്നും വിജിലൻസ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിലെ പരാതിക്കാരി ഹൈക്കോടതിയിൽ. തന്നെ കൂടി കേൾക്കണമെന്ന ആവശ്യം. നീക്കം നാളെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെ. മുൻമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ VK ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു. അന്ത്യം 73-ാം വയസ്സിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ. വ്യവസായ മന്ത്രി, പൊതുമരാമത്ത് മന്ത്രി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. വിടവാങ്ങിയത് മധ്യ കേരളത്തിലെ ലീഗിന്റെ മുഖമായ നേതാവ്. സംസ്കാരം നാളെ 10 മണിക്ക് ആലങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ. പാലക്കാട് മലമ്പുഴയിൽ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച അധ്യാപകന് സസ്പെൻഷൻ. നടപടി AEOയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. സ്കൂൾ മാനേജറെ അയോഗ്യനാക്കാനും നിർദ്ദേശം. പ്രധാന അധ്യാപികയ്ക്കും ക്ലാസ് ടീച്ചർക്കും നോട്ടീസ്. സംഭവം പോലീസിനെ അറിയിക്കുന്നതിലടക്കം സ്കൂളിന് വീഴ്ചയെന്ന് റിപ്പോർട്ട്. തമിഴ്നാട് കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ വിജയ്ക്ക് CBI സമൺസ്. ഈ മാസം 12-ന് ഡൽഹി ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം. വിജയ് ചിത്രം ജനനായകന് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ തീരുമാനം 9 അംഗ സമിതിക്ക് വിട്ട് സെൻസർ ബോർഡ്. ISL മത്സരങ്ങൾ ഫെബ്രുവരി 14 മുതൽ. 14 ടീമുകളും പങ്കെടുക്കും. മത്സരങ്ങൾ ഹോം അവേ ഫോർമാറ്റിൽ. തീരുമാനം കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങി സംസ്ഥാനം. സംസ്ഥാനത്തെ ഒരുക്കങ്ങൾ വിലയിരുത്താനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലെത്തും. SIRലെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷമേ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ സാധിക്കൂ. ഇക്കുറി ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തിയാൽ മതി എന്ന തീരുമാനത്തിനും സാധ്യതയുണ്ട്. വിവരങ്ങൾ KC ഉണ്ണികൃഷ്ണൻ. തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ട ഒരു കാര്യം. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്ത മാസം കേരളത്തിൽ എത്തുന്നുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറും കമ്മീഷണർമാരും സംസ്ഥാനത്തെ ഒരുക്കങ്ങൾ വിലയിരുത്തും. ഏപ്രിൽ 2ാം വാരം തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. അത്തരത്തിലുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സാധ്യതയാണ് ഉള്ളത്. എന്തായാലും SIR നടപടിക്രമങ്ങൾ സംസ്ഥാനത്ത് അവസാന ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. ആ നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷം അന്തിമ പട്ടിക വന്നതിന് ശേഷമാകും തെരഞ്ഞെടുപ്പ് നടത്തുക. എന്തായാലും ആ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് സംസ്ഥാനത്ത് നടക്കുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. എന്തായാലും ഏപ്രിൽ 2ാം വാരം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തും എന്നതാണ് കാണാൻ കഴിയുന്നത്. ഒറ്റഘട്ടമായി തന്നെ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സാധ്യതയാണ് ഉള്ളത് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സംസ്ഥാനത്തിന് പുറമെ അസം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി തുടങ്ങിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട ഇടങ്ങളിലെ സാഹചര്യവും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തുന്നുണ്ട്. ആ രീതിയിൽ സംസ്ഥാനത്ത് അടുത്ത മാസം നേരിട്ടെത്തി സാഹചര്യം വിലയിരുത്താനുള്ള സാധ്യതയാണ്, തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. എന്തായാലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ
അടുത്ത മാസം കേരളത്തിലെത്തുന്നുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറും കമ്മീഷണർമാരും സംസ്ഥാനത്തെ ഒരുക്കങ്ങൾ വിലയിരുത്തും. അതിനുശേഷം തെരഞ്ഞെടുപ്പ് നടത്തും. കൂടാതെ ഏപ്രിൽ 2ാം വാരം തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനുള്ള സാധ്യതയാണുള്ളത്. ഒറ്റഘട്ടമായി തന്നെ തെരഞ്ഞെടുപ്പ് നടത്തും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. എന്തായാലും വലിയ ഒരു ആത്മവിശ്വാസമെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നണികൾക്കുണ്ട് എന്നതാണ് കാണേണ്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത്. എന്തായാലും നേട്ടങ്ങളും കോട്ടങ്ങളും എല്ലാം തന്നെ മനസ്സിലാക്കി തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യമാണ് വഴിയൊരുങ്ങുന്നത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം പോകുന്നു എന്നതാണ് കാണേണ്ടത്. ഏപ്രിൽ 2ാം വാരം തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സാധ്യതയാണ് ഉള്ളത്. SIR നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷം തെരഞ്ഞെടുപ്പിലേക്ക് കടക്കും. ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താനാണ് സാധ്യത. അതിന് മുന്നോടിയായി തന്നെ അടുത്ത മാസം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കേരളത്തിലെത്തി സാഹചര്യം വിലയിരുത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കാൻ മുന്നണികൾ കേരള യാത്രയടക്കം സംഘടിപ്പിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങാനാണ് LDF തീരുമാനം. സ്വർണ്ണക്കവർച്ച ഉൾപ്പെടെ വിവാദങ്ങൾ വിശദീകരിക്കാൻ CPIMന്റെ നേതൃത്വത്തിൽ ഗൃഹസമ്പർക്ക പരിപാടിയും സംഘടിപ്പിക്കും. ഘടകകക്ഷികളെ പിണക്കാതെയും ടേം വ്യവസ്ഥയ്ക്ക് ഇളവ് നൽകിയും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനാണ് നിലവിൽ LDF നീക്കം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ നേരത്തെ ഒരുക്കങ്ങൾ തുടങ്ങിയ UDFൽ സീറ്റ് വിഭജന ചർച്ചകൾ സജീവമാവുകയാണ്. വിവരങ്ങൾ D. ബിനോയ്. രാഷ്ട്രീയപരമായി വലിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങളും ചർച്ചകളും നടക്കുന്ന ഒരു സമയത്താണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ സാഹചര്യം. പ്രത്യേകിച്ചും സ്വർണ്ണപ്പാളി വിവാദം, അതിന് തൊട്ടു പിന്നാലെ തന്നെ ഒരു നിയമസഭാ സാമാജികനായിരുന്ന ആന്റണി രാജുവിന് MLA സ്ഥാനം നഷ്ടപ്പെട്ടത്, അതും പ്രത്യേകിച്ചും നീതിന്യായ വ്യവസ്ഥയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ തൊണ്ടി തിരിമറി കേസ്, ഇതൊക്കെ തന്നെ വലിയ തരത്തിൽ രാഷ്ട്രീയ ചർച്ചയായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ ഇപ്പോൾ വലിയ തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളോ അല്ലെങ്കിൽ ഘടകകക്ഷികളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടായി എന്ന് പാർട്ടി വാദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമയം കൂടിയാണിത്. BJPക്കും ഒരു തലസ്ഥാന നഗരിയിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ കഴിഞ്ഞതിൻ്റെ ആത്മവിശ്വാസം BJPക്കുമുണ്ട്. അങ്ങനെ മൂന്ന് മുന്നണികളും അവർക്കും അവരുടേതായ ഓരോ തരത്തിലുള്ള നേട്ടങ്ങൾ മുന്നിൽ വെച്ച് രാഷ്ട്രീയപരമായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു സമയമാണ് ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സമയത്തെക്കുറിച്ച് പറയുമ്പോൾ CPIMനാണ്. CPIMനെ സംബന്ധിച്ചിടത്തോളം CPIMന്റെ രാഷ്ട്രീയപരമായ ചില നീക്കങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ചില ബുദ്ധിമുട്ടുകൾ അത് വലിയ തരത്തിൽ പ്രയാസകരമായി മാറുകയാണ്. പ്രത്യേകിച്ചും ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട CPIMന്റെ 3 നേതാക്കളാണ് ഇപ്പോൾ ജയിലിൽ കഴിയുന്നത്. ഒപ്പം അന്വേഷണവും പുരോഗമിച്ചു വരുന്ന ഒരു സാഹചര്യം. അതിന് തൊട്ടു പിന്നാലെ ഒരു നിയമസഭാ സാമാജികൻ, ഘടകകക്ഷിയിലുള്ള നിയമസഭാ സാമാജികൻ, അയാളുടെ MLA സ്ഥാനം നഷ്ടപ്പെട്ടു. ഇതൊക്കെ തന്നെ മറികടന്ന് വേണം CPIMന് ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടത്. എന്നാൽ ഇത്തരം കാര്യങ്ങളൊക്കെ അഭിമുഖീകരിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം CPIMന്റെ നേതാക്കന്മാർക്കുണ്ട്. പ്രത്യേകിച്ചും ഈ മാസം 15-ാം തീയതി കഴിയുന്നതോടെ തന്നെ അവരുടെ ഗൃഹസന്ദർശന പരിപാടി തുടങ്ങുകയാണ്. അതായത് CPIMന്റെ പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ് ഒപ്പം തന്നെ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്കുണ്ടായ ഭരണപരമായ നേട്ടങ്ങൾ, ഭാവിയിൽ കേരളത്തിൽ നടത്താൻ പോകുന്ന നേട്ടങ്ങൾ, ഇവയൊക്കെ ഓരോന്നും വിവരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയായിരിക്കും പാർട്ടി ഓരോ ആളുകളുടെയും വീടുകളിലെത്തുക, ഓരോ ആളുകളെയും പറഞ്ഞു മനസ്സിലാക്കുക. ഒപ്പം ഈ പ്രതിപക്ഷ കക്ഷികൾക്ക് എതിരെ തന്നെ ഉയർന്നു വരുന്ന വിവാദങ്ങളും ചർച്ചയാക്കി മുന്നോട്ട് കൊണ്ടുപോകും. LDFനെ സംബന്ധിച്ചിടത്തോളം അവർ തെരഞ്ഞെടുപ്പിന് സജ്ജരാണ് എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ട് പിന്നാലെ തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളിലും അവർ രാഷ്ട്രീയപരമായി തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി. കാരണം മൂന്നാമത് ഒരു വട്ടം കൂടി എന്ന് തന്നെയാണ് LDFന് മുന്നിലുള്ള ഏറ്റവും വലിയ ഒരു ലക്ഷ്യം. ആ ലക്ഷ്യം നിലനിർത്തും. മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പുകളും അവർ തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ വ്യക്തമായി പറയാൻ കഴിയും. അതേസമയം സ്ഥാനാർത്ഥി നിർണ്ണയത്തിൻ്റെ കാര്യത്തിൽ വലിയ തരത്തിലുള്ള വിട്ടുവീഴ്ചയൊക്കെ ഉള്ള സാധ്യതകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തവണയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ LDFനെ നയിക്കാൻ പിണറായി വിജയൻ തന്നെ ഉണ്ടാകും. 75 വയസ്സ് എന്നുള്ള പ്രായ നിബന്ധന ഒഴിവാക്കിക്കൊണ്ട് പിണറായി വിജയൻ മുന്നിൽ നയിക്കും എന്നുള്ളത് തന്നെയാണ് ഏകദേശം
ഏകദേശം ഉറപ്പാവുന്നത്. പ്രത്യേകിച്ചും കേന്ദ്ര കമ്മിറ്റിയും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഒരു നേതാവിനെ ഉയർത്തി കാണിക്കേണ്ട എന്നുള്ളതാണ് കേന്ദ്ര കമ്മിറ്റിയുടെയും തീരുമാനം. അതേസമയം ടേം വ്യവസ്ഥ ഒഴിവാക്കിക്കൊണ്ട് ചില നേതാക്കന്മാർ ഇത്തവണയും മത്സരരംഗത്തുണ്ടാകും. പ്രത്യേകിച്ചും വി ശിവൻകുട്ടി, വീണ ജോർജ്, അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ആ ടേം വ്യവസ്ഥ ഒഴിവാക്കപ്പെടും. ചില ആളുകളിൽ, അതായത് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച ചില MLA-മാർക്ക് മാത്രമായിരിക്കും, വളരെ ചുരുക്കം MLA-മാർ മാത്രമായിരിക്കും മാറ്റം വരിക. അവിടെ പുതുമുഖങ്ങൾ എത്തപ്പെടും എന്നുള്ളത് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം 60 സീറ്റുകളിലാണ് CPIM മത്സരിച്ചത്. അതിൽ 23 പേർ രണ്ടാമത്തെ ടേമിലും മത്സരിച്ചതാണ്. ഈ 23 പേരിൽ ഭൂരിഭാഗം ആളുകളും ഇത്തവണയും മത്സരരംഗത്തുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും സീറ്റുകൾ നിലനിർത്തുക, ഭരണം ഉറപ്പാക്കുക, അതുതന്നെയാണ് CPIM-ന്റെ ലക്ഷണം. നിലവിലെ സ്വർണ്ണപ്പാളി വിവാദവും ഒപ്പം തന്നെ ഈ ആന്റണി രാജുവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളൊക്കെ തന്നെ മറികടക്കാൻ കഴിയുന്നതിന് പ്രാപ്തമായ തരത്തിലുള്ള ഭരണപരമായ നേട്ടങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വളരെ വേഗത്തിൽ വോട്ടായി മാറപ്പെടും എന്ന പ്രതീക്ഷ CPIM-നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് നീങ്ങുന്നതും പിണറായി വിജയനെ തന്നെ മുന്നിൽ നിർത്തി ഇത്തവണയും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അവർ തീരുമാനിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്ക് കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം മുതൽ വരെ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഒരു പ്രാപ്തമായ കഴിവ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നയിക്കപ്പെടും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് അദ്ദേഹം ഇപ്രാവശ്യവും ധർമ്മടത്ത് തന്നെ മത്സരിക്കും എന്നുള്ള കാര്യങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. അതേസമയം ഈ മധ്യ കേരളത്തിലാണ് CPIM-നെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ചെറിയ ഭീഷണി ഉയർന്നു വരുന്നത്. അവിടെ കൂടുതൽ നല്ല സ്ഥാനാർത്ഥികളെ കേരള കോൺഗ്രസ് എം മത്സരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഭീഷണി ഒഴിവാക്കപ്പെടും. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ UDF-ന് അനുകൂലമായതിൻ്റെ പിന്നിൽ ചില വ്യക്തിപരമായ വോട്ടുകൾ ആണ്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയപരമായ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്ന വിശ്വാസം CPIM-ന് ഇപ്പോഴുമുണ്ട്. കാരണം CPIM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടുകൾ ചോർന്നിട്ടില്ല, കുറഞ്ഞിട്ടില്ല. ആ വോട്ടുകൾ അതേപടി നിലനിൽക്കുന്നു. പിന്നെ ചില വ്യക്തി താല്പര്യങ്ങൾ അനുസരിച്ച് പോയ ചില വോട്ടുകൾ മാത്രമാണ്. ആ വോട്ടുകളെ കാര്യമാക്കണ്ട എന്നുള്ളതാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ തീരുമാനം. എന്തായാലും ഗൃഹസന്ദർശന പരിപാടി കഴിഞ്ഞു കഴിയുമ്പോഴേക്കും പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ജനങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു തീർക്കാൻ കഴിയും എന്നുള്ള വിശ്വാസം CPIM-ന്റെ നേതാക്കന്മാർക്കുണ്ട്. ഒപ്പം മുതിർന്ന നേതാക്കന്മാർ മത്സരരംഗത്തുണ്ടാകും. ചില ആളുകൾ മാത്രമായിരിക്കും മാറി നിൽക്കുക. അതേസമയം പുതുമുഖങ്ങളായി വലിയ തരത്തിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ആളുകൾ തന്നെ രംഗത്തേക്ക് കൊണ്ടുവരും. DYFI-യുടെയും SFI-യുടെയും ഒക്കെ നേതാക്കന്മാർ കഴിഞ്ഞ വർഷം മത്സരിച്ചതുപോലെ തന്നെ ഇത്തവണയും LDF-ന് വേണ്ടി മത്സരരംഗത്തുണ്ടാകും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. വടക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ CPIM-ന് വലിയ തരത്തിലുള്ള ഭീഷണിയില്ല. തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരത്താണ് BJP വലിയ തരത്തിലല്ലെങ്കിൽ പോലും ഒരു വെല്ലുവിളി ഉയർത്താനുള്ള സാധ്യത. ആ വെല്ലുവിളിയെ നേരിടാൻ കഴിയുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാൻ കഴിയും എന്ന് CPIM-ഉം അതിൻ്റെ നേതാക്കന്മാരും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തും വടക്കേ അറ്റത്തും വലിയ തരത്തിലുള്ള നേട്ടം പഴയപടി ആവർത്തിച്ചു കഴിഞ്ഞാൽ മധ്യ കേരളത്തിലെ UDF-ന്റെ നേട്ടം അല്ലെങ്കിൽ വലിയ തരത്തിൽ സീറ്റ് പിടിച്ചാൽ തന്നെ അത് കാര്യമാക്കേണ്ടിയില്ല എന്ന തീരുമാനത്തിലാണ് പല നേതാക്കന്മാരും എത്തിച്ചേർന്ന് നിൽക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ തന്നെ പാർട്ടി സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതി യോഗവും ഒക്കെ ചേരുന്നുണ്ട്. നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവർത്തനം നടത്താൻ തന്നെയാണ് CPIM-ന്റെയും നീക്കം. അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ടേം വ്യവസ്ഥയ്ക്ക് ഇളവ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ സംസ്ഥാന സമ്മേളനത്തിൽ 2 പ്രാവശ്യം അടുപ്പിച്ച് മത്സരിച്ച ആളുകൾക്ക് ഇനി മത്സരിക്കാനുള്ള അവസരം നൽകേണ്ട, പകരം പുതുമുഖങ്ങളെ മത്സരിപ്പിക്കണം എന്നൊരു നിർദ്ദേശം പാർട്ടി സംസ്ഥാന സമ്മേളനത്തിലൊക്കെ ഉയർന്നു വന്നിരുന്നു. പാർട്ടി പ്ലീനത്തിലും ഇത് വന്നിരുന്നെങ്കിൽ തന്നെയും അത് അതേപടി അംഗീകരിക്കേണ്ട, ഈ ഭരണം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ 2 എന്നുള്ളത് 3 ഉയർത്തുക എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ 3 അതിൽ അപ്പുറത്തേക്ക് ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ CPIM-ന്റെ നീക്കം. എന്തായാലും പാർട്ടിക്ക് വലിയ തരത്തിലുള്ള പ്രതീക്ഷയുണ്ട്. 3ാം വട്ടവും ഭരണത്തെത്തും, അതായത് തുടർ ഭരണം എന്നുള്ളത് യാഥാർത്ഥ്യമാകും എന്നുള്ള പ്രതീക്ഷ CPIM-നുണ്ട്. ഒപ്പം തന്നെ ഇടതുമുന്നണിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ വീട് വീടാന്തരമുള്ള പ്രവർത്തനങ്ങളിലൂടെയും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ അടുത്ത പ്രാവശ്യം നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളുടെ പ്രഖ്യാപനം കൂടി പൂർത്തിയായി കഴിയുമ്പോഴേക്കും UDF ഉയർത്തുന്ന ഭീഷണി മറികടക്കാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസം CPIM-നുണ്ട്. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം 2026 100 എന്നുള്ളതാണ് അവരുടെ ടാർഗറ്റ് അല്ലെങ്കിൽ ലക്ഷ്യം. ആ 100-ൽ എത്തിച്ചേരാൻ കഴിയും, അതിനപ്പുറത്തേക്ക് സീറ്റുകൾ നേടാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ CPIM-നേക്കാൾ കൂടുതൽ പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. കാരണം അവരുടെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഇടതുമുന്നണിയെ മറികടക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു എന്നുള്ളതാണ് ലക്ഷ്യം. 2026-ൽ അവരുടെ നേതാക്കന്മാർ
നേതാക്കന്മാർ പറഞ്ഞത് പ്രതിപക്ഷ നേതാവും ഇത് ശരിയാണ് എന്ന് തന്നെ പറഞ്ഞു വെക്കുന്നു. കാരണം നിലവിൽ ഇപ്പോൾ പാർട്ടി പ്രതിപക്ഷത്തല്ല ഭരണത്തിലേക്ക് ഏറുവാൻ പോകുന്ന ഒരു സംവിധാനമായി ഐക്യ ജനാധിപത്യ മുന്നണി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങളുടെ മനസ്സിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണി എത്തി എന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയത്തിൽ ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ കല്ലുകടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ചില മുതിർന്ന നേതാക്കന്മാർ മത്സരിക്കണം എന്ന അഭിപ്രായം മുന്നോട്ട് വെച്ച് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഒപ്പം നിലവിൽ ചില MP-മാർക്ക് കൂടി മത്സരിക്കാൻ അവസരം നൽകണം എന്നൊരു നിർദ്ദേശം ചില ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. അത് എത്ര കണ്ട് യാഥാർത്ഥ്യമാകും എന്നുള്ളതൊക്കെ പിന്നീട് AICC ആയിരിക്കും തീരുമാനിക്കുക. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ എന്നൊക്കെ പറയുന്ന കനകലു അവരുടെ ലക്ഷ്യ 2026 പങ്കെടുത്തിരുന്നു. അവിടെ വെച്ച് അയാൾ പറഞ്ഞ ടാർഗറ്റ് 100 എന്നുള്ളതായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവർ വളരെ പക്വത കാണിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതേസമയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺഗ്രസിന് ഇത്തവണ മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകും. കാരണം PV അൻവറും CK ജാനുവും പുതിയതായി UDF-ലേക്ക് വന്നിട്ടുണ്ട്. ഇരുവരും സീറ്റ് ആവശ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് സീറ്റ് നൽകേണ്ടി വരും. അത് മത്സരിക്കാൻ മാത്രമല്ല വിജയസാധ്യത ഉറപ്പാക്കുന്ന സീറ്റുകൾ തന്നെ അവർക്ക് നൽകേണ്ടി വരും. PV അൻവർ ചിലപ്പോൾ ഒരു പക്ഷേ 2 സീറ്റ് ചോദിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. RMPയും 2 സീറ്റ് ചോദിക്കും. നിലവിൽ വടകരയിലാണ് RMP ഉള്ളതെങ്കിൽ ഒരു സീറ്റ് കൂടെ അധികമായി ഒരു പക്ഷേ RMP ചോദിക്കും. കാരണം കോഴിക്കോട് നഗരസഭയിൽ കാര്യമായ തരത്തിലുള്ള ഒരു വിജയം അവർ കാഴ്ചവെച്ചിരിക്കുന്നു. RMP സീറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒഞ്ചിയം ഉൾപ്പെടെയുള്ള മേഖലകളിൽ പഞ്ചായത്തുകളിലും കാര്യമായൊരു പ്രവർത്തനം RMP കാഴ്ചവെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു സീറ്റ് കൂടി അധികം ചോദിച്ചാൽ തന്നെയും അതിൽ അത്ഭുതം വരേണ്ടതില്ല. അതേസമയം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പാണ് മധ്യ കേരളത്തിലെ ഒരു നിർണായക ശക്തിയായി ഇപ്പോൾ അവർ കാണുന്നത്. ഇടുക്കിയിലും ഒപ്പം തന്നെ കോട്ടയത്തും അവർക്ക് കഴിവിന്റെ പരമാവധി സീറ്റുകൾ വിജയിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചതോടുകൂടി തന്നെ ഒരു പക്ഷേ കേരള കോൺഗ്രസ് ജയം കൂടുതൽ അവകാശവാദങ്ങൾ ഉന്നയിച്ചെങ്കിൽ തന്നെയും ചില സീറ്റുകൾ വെച്ച് മാറുന്ന കാര്യത്തിൽ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കും. ലീഗും അത്തരത്തിൽ ചില അവകാശവാദങ്ങൾ ഉന്നയിക്കും. പ്രത്യേകിച്ചും ലീഗിന്റെ വിജയസാധ്യത വളരെ കൂടുതലാണെന്ന് നേതാക്കൾ തന്നെ പറയുന്നു. ചില സീറ്റുകൾ വെച്ച് മാറുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് പുനലൂർ ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ അവർക്ക് താല്പര്യം കുറവാണ്. വിജയസാധ്യത കുറവായ സീറ്റുകളിൽ നിന്നും ഒഴിവാക്കി വിജയസാധ്യത ലീഗ് മത്സരിച്ചാൽ വിജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ വിട്ടു നൽകണം എന്ന് കോൺഗ്രസിനോട് ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ചില ഇടങ്ങളിലൊക്കെ സീറ്റ് വെച്ച് മാറൽ എന്ന ആവശ്യം ലീഗ് മുന്നോട്ട് വയ്ക്കും. മറ്റ് ഘടകകക്ഷികൾ പ്രധാനമായും RSP ആണ്. RSPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന സീറ്റുകൾ ചവറയും കുന്നത്തൂരും ഇരവിപുരവുമാണ്. ഇരവിപുരത്ത് തുടക്കത്തിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ചില കല്ലുകടികൾ UDF-ൽ ഉണ്ടെങ്കിൽ തന്നെയും RSP നേതാക്കന്മാർ പറയുന്നു അത് കാര്യമാക്കണ്ട, അവിടെ എന്തായാലും യുവാക്കളെ മത്സരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ RSP ശ്രമിക്കും. അങ്ങനെ ഘടകകക്ഷികളെല്ലാം തന്നെ UDF-നകത്തും ഒരു തിരഞ്ഞെടുപ്പിന് വേണ്ടി സജ്ജരായി കഴിഞ്ഞിരിക്കുന്നു. ഈ മാസം 10, 14 തീയതികളിലൊക്കെ ആയിട്ട് ഘടകകക്ഷികളുടെ സംസ്ഥാന സമിതി യോഗങ്ങൾ വിവിധ ജില്ലകളിലായി ചേരുന്നുണ്ട്. അതിന് തൊട്ടു പിന്നാലെ ജനുവരി അവസാനത്തോടു കൂടി തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അവസാന ഘട്ടത്തിലേക്ക് നീങ്ങും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. BJP-യെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ പിടിച്ചെടുത്തോടുകൂടി തന്നെ അവരുടെ ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും 3 മണ്ഡലങ്ങൾ ഉറപ്പാണ് എന്നാണ് BJP നേതാക്കന്മാർ തിരുവനന്തപുരത്തെ കുറിച്ച് പറയുന്നത്. നേമവും വട്ടിയൂർക്കാവും ഒപ്പം കാട്ടാക്കടയും കൃത്യമായും BJP-ക്ക് ഒപ്പം നിൽക്കും എന്നുള്ള പ്രതീക്ഷ BJP നേതാക്കന്മാർ പറയുന്നുണ്ട്. BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ നേമത്ത് മത്സരിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കഴക്കൂട്ടത്ത് കഴിഞ്ഞ പ്രാവശ്യം വലിയ തരത്തിൽ മത്സരം കാഴ്ചവെച്ച മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ തന്നെ എത്തപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അങ്ങനെ ഈ 3 സ്ഥലങ്ങളിലും വലിയ തരത്തിലുള്ള മത്സരം കാഴ്ചവെക്കാൻ BJP തയ്യാറെടുക്കും. തിരുവനന്തപുരത്ത്, തൃശ്ശൂരിലും ഒപ്പം തന്നെ പാലക്കാടും അതിനപ്പുറം കാസർഗോഡുമൊക്കെ കൃത്യമായ തരത്തിൽ ഒരു മത്സരം ഉണ്ടാകും എന്നാണ് അവരുടെ നേതാക്കൾ പറയുന്നത്. 36 സീറ്റുകളാണ് BJP അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളായി പറയുന്നത്. ഇതിൽ കൂടാതെ തന്നെ ചാത്തന്നൂർ, ചെങ്ങന്നൂർ, ആറന്മുള, അതുപോലെ തന്നെ തൃശ്ശൂരിലെ മണലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും BJP അവരുടെ വിജയം പ്രതീക്ഷിക്കുന്നു. ഇത്തവണ കായംകുളത്ത് അവരുടെ ഏറ്റവും മുതിർന്ന നേതാവും വിജയപ്രതീക്ഷയുമായ
ശോഭാ സുരേന്ദ്രൻ മത്സരിക്കും. അതിനൊപ്പം തന്നെ മത്സരിക്കാനുള്ള സാധ്യത തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് കായംകുളത്ത് കഴിഞ്ഞ പ്രാവശ്യം 1ാം സ്ഥാനത്ത് പാർലമെന്റ് മത്സരത്തിൽ അല്ലെങ്കിൽ ലോക്സഭാ മത്സരത്തിൽ അവർക്ക് 1ാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ കായംകുളത്ത് അവർ മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ തെക്കും വടക്കും ജില്ലകളിൽ മത്സരിക്കണമെന്നുള്ള ആഗ്രഹം സംസ്ഥാന നേതൃത്വത്തെയും കേന്ദ്ര നേതൃത്വത്തെയും അറിയിച്ചു കഴിഞ്ഞു. അതേസമയം തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് വിജയിച്ച എത്ര പേർ ഇത്തവണ മത്സരരംഗത്ത് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയായിട്ടില്ല. VV രാജേഷ് എന്തായാലും മേയർ ആയതോടുകൂടി തന്നെ ഇനി നിയമസഭാ മത്സരരംഗത്തേക്ക് ഉണ്ടാകില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉള്ള കാര്യങ്ങളിൽ BJP കൃത്യമായും BDJS-ഉമായി ഒരു ധാരണ ഉണ്ടാക്കി മുന്നോട്ട് പോകും. നേരത്തെയൊക്കെ BDJS-ഉം BJP-യും ഇടഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തന്നെയും ഇപ്പോഴാ പ്രതിസന്ധികൾ പറഞ്ഞു തീർത്തിരിക്കുന്നു എന്നാണ് BJP നേതാക്കന്മാർ പറയുന്നത്. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ കൃത്യമായി ഈ ഒരു ജനുവരി അവസാനത്തോടു കൂടി തന്നെ എല്ലാ മുന്നണികളും അവരുടെ തിരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാക്കും. മാർച്ചോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കും എന്നല്ലെങ്കിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കും എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. ഫെബ്രുവരി എന്തായാലും വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളുടെ ഒരു മാസം തന്നെയായിരിക്കും. സ്ഥാനാർത്ഥി നിർണയവും മറ്റു കാര്യങ്ങളിലേക്കുമൊക്കെ എല്ലാ മുന്നണികളും കടക്കും. ഒപ്പം പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യാനുള്ള സാധ്യതയും ഫെബ്രുവരിയിൽ നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കണമോ എന്ന കാര്യം തീരുമാനിക്കുന്നത് നേതൃത്വമാണെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് MM ഹസൻ. വിവാഹപ്രായമെത്തിയ പെൺകുട്ടിയോട് വിവാഹത്തിന് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് രാഷ്ട്രീയക്കാരോട് മത്സരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നതെന്നായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് MM ഹസന്റെ മറുപടി. മുതിർന്നവർ മത്സരിക്കുന്നതിൽ തെറ്റില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർട്ടി തീരുമാനിച്ചാൽ താനും മത്സരിക്കും. MP-മാർ മത്സരിക്കണോ എന്നത് നയപരമായി എടുക്കേണ്ട തീരുമാനമാണെന്നും തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണെന്നും ഹസൻ പറഞ്ഞു. 100 സീറ്റുകളിൽ UDF പൊട്ടുമെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി KPCC മുൻ അധ്യക്ഷൻ K മുരളീധരൻ. 100 സീറ്റിലും പൊട്ടുമെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ദേശിച്ചത് LDF-ന്റെ കാര്യമാണ്. അദ്ദേഹം ഇടയ്ക്കിടെ തമാശ പറയുന്നയാളാണ്. രാഷ്ട്രീയത്തിലെ ടെൻഷൻ വരുമ്പോൾ ഗോവിന്ദൻ മാസ്റ്ററുടെ ഡയലോഗുകൾ കേട്ടാൽ മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റുമെന്നും K മുരളീധരൻ പരിഹസിച്ചു. ഗോവിന്ദൻ മാഷ് ഞാൻ പറഞ്ഞില്ല, ഗോവിന്ദൻ മാഷ് ഇടയ്ക്കിടയ്ക്ക് തമാശ പറയുന്നതാണ്. നമുക്ക് ഈ രാഷ്ട്രീയത്തിലെ ടെൻഷൻ വരുമ്പോൾ ഗോവിന്ദൻ മാഷ് 2-3 ഡയലോഗുകൾ കേട്ടാൽ നമുക്ക് നല്ലൊരു സുഖമാണ്, ഒന്ന് മനസ്സ് പറഞ്ഞ് ചിരിക്കാൻ. ഇപ്പോൾ അങ്ങനത്തെയാണ്. കാരണം 100 സീറ്റിൽ പൊട്ടെന്ന് പറഞ്ഞ UDF അല്ല LDF പൊട്ടുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. CBIക്കെതിരെ ആഞ്ഞടിച്ച CPIM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S അജയകുമാർ. 4 ആൾ ഉള്ളിടത്ത് 5 സീറ്റ് ചോദിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് CPI. തോറ്റാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം CPIM-നും ജയിച്ചാൽ ക്രെഡിറ്റ് മുഴുവൻ CPIക്കുമാണെന്നതാണ് സമീപനം. ബിനോയ് വിശ്വം ഒരു 4ാം കിട രാഷ്ട്രീയക്കാരനെ പോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നതെന്നും അജയ്കുമാറിന്റെ രൂക്ഷ വിമർശനം. തോറ്റാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം CPM-ന്, ജയിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്നവരുമായ ഒരു പ്രത്യേകതരം സ്വഭാവമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായി CPI മാറുന്നു. ഉത്തരം താങ്ങുന്നത് പല്ലിയാണ് എന്ന പല്ലിയുടെ മാനസികാവസ്ഥയാണ് CPIക്കാർക്കുള്ളത്. ഉത്തരം ഇങ്ങനെ അതിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ ഞാൻ ഉണ്ടാവുകൊണ്ടാണ് ഇത് താങ്ങുന്നത്. കേവലം 5% വോട്ട് മാത്രമാണ് ഈ കേരളത്തിൽ നിങ്ങൾക്കുള്ള ഒരു മണ്ഡലത്തിലും ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ കെൽപ്പുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല CPI. ഒരു അസംബ്ലി മണ്ഡലത്തിൽ പോയിട്ടൊരു പഞ്ചായത്തിൽ വേണ്ടേ? ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞല്ലേ മണ്ണൂർ പഞ്ചായത്ത് മത്സരിച്ച്. എന്നിട്ടിപ്പോൾ എന്തായി? ഭാര്യയും ഭർത്താവ് കൂടിയും ഭരിച്ച് വല്ലാത്തൊരവസ്ഥയിലാക്കിയില്ലല്ലേ അഗളി പഞ്ചായത്ത് ഇപ്പോൾ BJP-യുടെ കയ്യിലേൽപ്പിച്ച്. 4 ആളുണ്ടെങ്കിൽ 5 സീറ്റ് ചോദിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് CPI. ശരണമന്ത്രം. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം, കുബേരാശ്രമം, ആയൂർ, കൊല്ലം. ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്കായി മികച്ച സൗകര്യങ്ങൾ ഒരുക്കി ആരോഗ്യവകുപ്പ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാധുനിക ആരോഗ്യ കേന്ദ്രങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. വിദഗ്ധ ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ ജീവനക്കാരുടെയും സേവനവും തീർത്ഥാടകരുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്നു. മകരവിളക്കിനായി ഡിസംബർ 30 നട തുറന്ന ശേഷം മാത്രം 11,785 പേർ ചികിത്സ തേടിയെത്തിയതായി മെഡിക്കൽ ഓഫീസറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ KA സുജിത് കുമാർ പറഞ്ഞു.
നമുക്കിവിടെ ബേസിക്കലി നമ്മൾ എമർജൻസി ഫെസിലിറ്റിയാണ് ഇവിടെ കൊടുക്കാറ്. നമുക്കിവിടെ ഡോക്ടേഴ്സ് പാനൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാർഡിയോളജിസ്റ്റ്, നമുക്കൊരു ഓർത്തോപീഡിഷ്യൻ ഉണ്ട്, ഒരു ഫിസീഷ്യൻ ഉണ്ട്, ഒരു പീഡിയാട്രീഷ്യൻ ഉണ്ട്, നമുക്ക് 24/7 കാർഡിയോളജിസ്റ്റ് ഉണ്ട്, പൾമനോളജി ഡോക്ടർ ഉണ്ട്. ഇവരെല്ലാവരും അടങ്ങുന്ന ഒരു വലിയ ടീമാണ് നമുക്കുള്ളത്. പിന്നെ നമുക്കൊരു റണ്ണിങ് ഓപ്പറേഷൻ തിയേറ്റർ, പിന്നെ അതിന്റെ കൂടെ തന്നെ ഒരു ICU ഉണ്ട്. സീസൺ തുടങ്ങിയ പിന്നെ നമുക്കൊരു 150-170ഓളം കേസുകൾ നമുക്ക് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 12,000 പേര് വരുന്നുണ്ട്. അത് കുട്ടികളും മുതിർന്നവരും സ്ത്രീകളും അടക്കം ഒരു 12,000 പേര് വരുന്നുണ്ട്. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം, കുബേരാശ്രമം, ആയൂർ, കൊല്ലം. സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 12,725 രൂപ, പവന് 1,01,800 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,565 രൂപ, പവന് 84,520 രൂപ. വെള്ളി ഗ്രാമിന് 255 രൂപ, കിലോ 2,55,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. CPIM കൊല്ലം ജില്ലാ കമ്മിറ്റി യോഗത്തിനിടെ നാടകീയ രംഗങ്ങൾ. യോഗത്തിൽ നിന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ VK അനിരുദ്ധൻ ഇറങ്ങിപ്പോയി. പൊതുസമ്മതനല്ലാത്ത വ്യക്തിയെ മേയറായി ഉയർത്തിക്കാട്ടിയത് തിരിച്ചടിയായെന്ന യോഗത്തിൽ വിമർശനമുയർന്നതിന് പിന്നാലെയാണ് മേയർ സ്ഥാനാർത്ഥിയായിരുന്ന അനിരുദ്ധന്റെ ഇറങ്ങിപ്പോക്ക്. പാർട്ടിയാണ് തനിക്കെല്ലാം എന്ന് മറുപടി നൽകിയ അനിരുദ്ധൻ നാടകവും സാംബശിവന്റെ കഥാപ്രസംഗവും കണ്ടാണ് CPIM-ൽ എത്തിയതെന്നും പറഞ്ഞു. ഇതിനുശേഷം അനിരുദ്ധൻ ഇറങ്ങിപ്പോവുകയായിരുന്നു. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പങ്കെടുത്ത യോഗത്തിലാണ് സംഭവം. തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിൽ BJP-യുടെ വോട്ട് നേടി വൈസ് പ്രസിഡന്റായ നൂർജഹാൻ നവാസ് രാജിവെച്ചു. പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് രാജി സമർപ്പിച്ചത്. KPCC നേതൃത്വത്തിന്റെ സമവായ ചർച്ചകളുടെ ഭാഗമായാണ് നടപടി. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച 8 കോൺഗ്രസ് അംഗങ്ങളും കോൺഗ്രസ് വിമതയായ ടെസ്സി ജോസഫുമാണ് പഞ്ചായത്ത് അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ പിന്തുണ തേടിയത്. BJP പിന്തുണയോടെ ടെസ്സി ജോസഫ് പ്രസിഡന്റും നൂർജഹാൻ നവാസ് വൈസ് പ്രസിഡന്റുമായി. ഇതിന് പിന്നാലെ തൃശൂർ DCC കൂറുമാറിയ അംഗങ്ങൾക്കെതിരെ നടപടിയിലേക്ക് നീങ്ങി. ഏറെ വിവാദങ്ങൾക്കൊടുവിൽ റോജി ജോൺ MLA അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് സമവായമായത്. എന്നാൽ പ്രസിഡന്റായ ടെസ്സി ജോസഫ് സ്വതന്ത്രയായതിനാൽ രാജിവെക്കുമോ എന്നത് അറിയില്ലെന്ന് കോൺഗ്രസ് വിമതർ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഇടവേള. TPR Gold and Diamonds, MG Road, Thrissur, near bus stand, Triprayar. It's okay. അത് ശരി, കാറ്ററാക്ട് ഓപ്പറേഷന് ശേഷം നിങ്ങളുടെ വികൃതി കുറച്ച് കൂടിയിട്ടുണ്ട്. മാക്സി വിഷൻ അഡ്വാൻസ്ഡ് കാറ്ററാക്ട് കെയർ. കണ്ണുകൾക്ക് യൗവനം, മനസ്സിനും യൗവനം. ഞങ്ങൾ നോക്കിക്കൊള്ളാം. മാഡം ഇത് മറന്നു വെച്ചു. വായിച്ചു നോക്കേ. ജീവിതത്തിലെ ചെറുനന്മകൾ ആഘോഷിക്കുവാൻ പ്രത്യേകം തിരഞ്ഞെടുത്ത ചേരുവകളാൽ തയ്യാറാക്കിയത് എലൈറ്റ് പ്ലം കേക്ക്. Make this a solar-powered Christmas with Elite Plum Cakes. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. Aquila Finance, the legacy of trusted service since 1995. കഴിഞ്ഞ 30 വർഷങ്ങളായി അക്വില ഫിനാൻസ് ഇവിടെ തന്നെയാണ്, നമ്മളോടൊപ്പം കേരളത്തിൽ.
കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ടിക്കറ്റുകൾ ഇപ്പോൾ വിപണിയിൽ. ഒന്നാം സമ്മാനം 20 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി വീതം 20 പേർക്ക്, മൂന്നാം സമ്മാനം 10 ലക്ഷം വീതം 20 പേർക്ക്, നാലാം സമ്മാനം 3 ലക്ഷം വീതം 20 പേർക്ക്, അഞ്ചാം സമ്മാനം 2 ലക്ഷം വീതം 20 പേർക്ക്, കൂടാതെ നിരവധി സമ്മാനങ്ങളും. ടിക്കറ്റ് വില 400 രൂപ. നറുക്കെടുപ്പ് 2026 ജനുവരി 24 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക്. കേരള സംസ്ഥാന ഭാഗ്യക്കുറി. വിശ്വസ്തം, സുതാര്യം, ജനകീയം. കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിർ. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഇൻ അസോസിയേഷൻ വിത്ത് HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. മൈ ചോയ്സ്, നാലാൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. My G Future. Experience the next. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, the versatile jewelry. KSF-യുടെ പുതിയ ഹാർമണി ചുറ്റിയുണ്ട്. ഉടനെ നീ അതിൽ ചേരണം. KSF, ഈ നാടിന്റെ ധൈര്യം. അനശ്വര ജുവല്ലേഴ്സ്, the queen of lightweights. അടൂർ, കൊച്ചി ആൻഡ് കൊല്ലം. മലയോര കർഷകരുടെ മായമില്ലാത്ത രുചിക്കൂട്ട് ബയോ മൗണ്ടൻ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ്. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സ്വർണ്ണമുഖി ഗോൾഡൻ ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. ജെബ് സോളാർ, കേരളത്തിന്റെ ഏറ്റവും വിശ്വസ്തമായ എനർജി പാർട്ട്ണർ. Curix Google TV by CJ Smart. Southern Multi-State Cooperative Credits and Multi-Purpose Society Limited. Dhanalakshmi Hire Purchase and Leasing Limited. Mr. Made Skazoo from Skazan India. സെൽസർ സെപ്റ്റിക് ടാങ്ക്, ഒരിക്കലും പൊട്ടാത്ത, നിറയാത്ത, ചോരാത്ത സെപ്റ്റിക് ടാങ്ക്. Aquila Finance, the legacy of trusted service since 1995. Nisra Golden Diamonds, Kalpaga Building, Bypass Road, Kondoti. Make this a solar-powered Christmas with a light pudding cakes. Sun Medical and Research Center, a unit of Trichur Heart Hospital Limited. First NABH accredited hospital in Thrissur. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ടിക്കറ്റുകൾ ഇപ്പോൾ വിപണിയിൽ. നറുക്കെടുപ്പ് 2026 ജനുവരി 24. കേരള സംസ്ഥാന ഭാഗ്യക്കുറി. വിശ്വസ്തം, സുതാര്യം, ജനകീയം. ശബരിമലയിൽ പ്രതികൾ ലക്ഷ്യമിട്ടത് വൻ കവർച്ചയെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. ശ്രീകോവിലിലെ ബാക്കിയുള്ള സ്വർണം കൂടി കടത്താൻ പ്രതികൾ പദ്ധതിയിട്ടു. വിശാലമായ ഗൂഢാലോചനയാണ് നടന്നതെന്നും ബെല്ലാരിയിൽ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയെ എതിർത്ത് SIT ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഗുരുതരമായ ചില കണ്ടെത്തലുകൾ കൂടിയാണ്. അതായത് ഇതുവരെ മോഷ്ടിക്കും അല്ലെങ്കിൽ മോഷണം നടന്നു എന്ന് കരുതിയിരുന്ന അല്ലെങ്കിൽ മോഷണം നടന്നത് എന്ന് പറയുന്നത് ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളിൽ നിന്നും അതുപോലെ തന്നെ ആ ശ്രീകോവിലിന്റെ വാതിൽപ്പടിയിലെ കട്ടിളപ്പടിയിലെ സ്വർണ്ണപ്പാളികളിൽ നിന്നുമാണ് സ്വർണ്ണമോഷണം നടന്നത്. പക്ഷേ ഇത് പ്രതികൾ അതിനപ്പുറത്തേക്കുള്ള മോഷണമാണ് പ്ലാൻ ചെയ്തിരുന്നത് അല്ലെങ്കിൽ പദ്ധതി ഇട്ടിരുന്നത് എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ശ്രീകോവിലിൽ ഇനി എവിടെയൊക്കെ സ്വർണം ഉണ്ടോ ആ സ്വർണമെല്ലാം മോഷ്ടിക്കാനായിരുന്നു ഈ പ്രതികളുടെ ഒരു പദ്ധതി എന്ന് പറയുന്നത്. മാത്രമല്ല ഈ സ്വർണ്ണ കവർച്ച കേസിൽ തന്നെ നടന്നത് ഒരു വിശാലമായ ഗൂഢാലോചനയാണ് എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2025 ഒക്ടോബറിൽ ഈ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്ന ഘട്ടം, ആ ഘട്ടത്തിൽ ആരും അറസ്റ്റിലൊന്നും ആയിരുന്നില്ല. പക്ഷേ ശബരിമല സ്വർണ്ണ കവർച്ച കേസ് സജീവമായി ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്ന ആ ഘട്ടത്തിൽ ഈ 2019 സ്വർണ്ണ കവർച്ച, അതായത് ഇപ്പോൾ അന്വേഷിക്കുന്ന ആ കേസ്, 2019 ഈ കേസിലെ തെളിവുകൾ നശിപ്പിക്കാൻ, അതിൽ പ്രതികളാക്കപ്പെട്ടാൽ എങ്ങനെ രക്ഷപ്പെടാം എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, അതുപോലെ തന്നെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO ആയ പങ്കജ് ഭണ്ഡാരി, അതുപോലെ തന്നെ ബെല്ലാരിയിലെ റോദ്ധം ജ്വല്ലറി ഉടമയായ ഗോവർദ്ധൻ, ഈ 3 പേരും ബംഗളൂരുവിലെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ ഒരു മീറ്റിംഗ് നടത്തി, അല്ലെങ്കിൽ അവിടെ ഇവർ കണ്ടു, അവിടെ വെച്ച് ഇവർ ചർച്ചകൾ നടത്തി എന്നുള്ളതാണ്. ഈ കേസ് എങ്ങനെ അട്ടിമറിക്കാം, കേസിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, തെളിവുകൾ എങ്ങനെ നശിപ്പിക്കാം എന്നുള്ള കാര്യങ്ങളടക്കം ഇവർ ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്ന ഒരു കാര്യം. ഇവരുടെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ ഇവർ 3 പേരും ഈ ഒരു ദിവസം ഈ ബംഗളൂരുവിലെ ഈ രഹസ്യ കേന്ദ്രത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയെന്ന് കൂടി അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും
ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ മോഷണത്തിനുള്ള ഒരു പദ്ധതിയാണ് നടന്നിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും അതിപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടാണ് അന്വേഷണ സംഘം നൽകിയിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ 6 ആഴ്ച കൂടി ഇനി അന്വേഷണത്തിന് സമയം ഹൈക്കോടതി നീട്ടി നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇനിയും കൂടുതൽ തലങ്ങളിലേക്ക് അന്വേഷണം പോകും എന്നുള്ളത് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു നിലയിൽ നിന്ന് ഒരുപക്ഷെ 2025 വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ മായി ബന്ധപ്പെട്ടും 2025 അന്നുണ്ടായിരുന്ന ഭരണസമിതിയിലേക്ക് കൂടി അന്വേഷണം പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും 6 ആഴ്ച കൂടി ആ സമയം നീളുമ്പോൾ ആ ഘട്ടത്തിലാണ് ഇപ്പോൾ SITയുടെ ആ ഒരു പുതിയ റിപ്പോർട്ട് കൂടി പുറത്തേക്ക് വരുന്നത്. ശബരിമലയിലെ ശ്രീകോവിലിൽ എവിടെയൊക്കെ സ്വർണ്ണമുണ്ടോ അവിടെ നിന്നെല്ലാം സ്വർണം മോഷ്ടിക്കാൻ തന്നെയായിരുന്നു ഈ പ്രതികളുടെ പദ്ധതി എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നത്. ഇപ്പോൾ പുതിയ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് എ പത്മകുമാറിനെതിരെ കൂടുതൽ വിവരങ്ങൾ പത്മകുമാറിനെതിരെ ഉള്ള കുറച്ച് വിവരങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിലായി പുറത്തു വന്നിരുന്നതാണ്. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് അതുതന്നെയാണ്. എ പത്മകുമാറിനെതിരെ കൂടുതൽ തെളിവുകൾ SITയുടെ പക്കലുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ്. ആ തെളിവുകൾ ഹൈക്കോടതിക്ക് മുമ്പാകെ റിപ്പോർട്ടിൻ്റെ രൂപത്തിലെത്തി എന്നുള്ളതും കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം അത് റിപ്പോർട്ട് മുഖേന ഹൈക്കോടതിക്ക് ആ വിവരങ്ങളെല്ലാം സമർപ്പിച്ചു എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കുന്നു. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെതിരെ കൂടുതൽ തെളിവുകളുമായി SIT രംഗത്തെത്തുന്ന സാഹചര്യമാണ്. അതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ഈ സ്വർണ്ണപ്പാളി എന്നുള്ളത് സ്വർണം പൂശിയ ചെമ്പുപാളി എന്ന് എഴുതിയത് എ പത്മകുമാർ എന്നുള്ളതായിരുന്നു SITയുടെ കണ്ടെത്തൽ എന്നുള്ളത്. എന്നാൽ അത്തരത്തിൽ എഴുതിയത് മനഃപൂർവ്വമാണെന്നുള്ള കണ്ടെത്തലാണ്, വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിനെ സംബന്ധിച്ച് എ പത്മകുമാർ ഓരോ ഘട്ടത്തിലും ജാമ്യാപേക്ഷ സമർപ്പിക്കുമ്പോഴും ജാമ്യാപേക്ഷയിൽ എ പത്മകുമാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊരു താൻ ഒറ്റയ്ക്ക് ചെയ്തൊരു കാര്യമല്ല, താൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്, ഇതൊരു കൂട്ടുത്തരവാദിത്വം എന്നുള്ള നിലയ്ക്കാണ് ഈ ഒരു സ്വർണ്ണ കവർച്ച നടന്നിരിക്കുന്നത്, തനിക്ക് മാത്രമല്ല, തനിക്ക് ഒറ്റയ്ക്കല്ല ഇതിൽ പങ്കുള്ള വെളിപ്പെടുത്തൽ, അത്തരത്തിലുള്ള ചില വിവരങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള പരാമർശങ്ങൾ ജാമ്യാപേക്ഷയിൽ എ പത്മകുമാർ നൽകിയിരുന്നു. ഇന്നിപ്പോൾ എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ പോലും ആ പരാമർശങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ കൂട്ടുത്തരവാദിത്വം എന്നുള്ള ആ വാക്ക് അവിടെ നിന്ന് മാറുന്നില്ല. തനിക്ക് ഒറ്റയ്ക്കല്ല, തനിക്ക് ഇതിൽ പങ്ക്, കൂട്ടുത്തരവാദിത്തമാണെന്നുള്ള കാര്യമൊക്കെ തന്നെയാണ്. എന്തായാലും നിലവിൽ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ദേവസ്വം മിനിറ്റ്സിൽ ചെമ്പുപാളി എന്നെഴുതിയത് മനഃപൂർവ്വമാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പിച്ചളപ്പാളി എന്നത് ചെമ്പുപാളിയാക്കി എന്നിട്ട് അനുവദിക്കുന്നു എന്ന സ്വന്തം കൈപ്പടയിൽ എഴുതി. ഇതിന് പിന്നാലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ പാളികൾ കൈമാറിയത് എന്നുള്ള ഗുരുതരമായ, നമ്മൾ ശ്രദ്ധേയമായ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധേയമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം തന്നെയാണ്. ഒപ്പം തന്നെ ഈ കട്ടിളപ്പാളികൾ അറ്റകുറ്റപ്പണി നടത്താൻ ആവശ്യപ്പെട്ടത് തന്ത്രിയായിരുന്നു എന്നുള്ള തരത്തിലൊക്കെ ചില പരാമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ജാമ്യാപേക്ഷയിൽ അടക്കം അത്തരത്തിലുള്ള പരാമർശങ്ങൾ, അതായത് എ പത്മകുമാർ നൽകിയ ജാമ്യാപേക്ഷയിലൊക്കെ തന്നെ അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അത് തന്ത്രിയല്ല. ഈ സ്വർണ്ണപ്പാളി ഇതിനെ സംബന്ധിച്ച് അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടി ആവശ്യപ്പെട്ടത് തന്ത്രിയല്ല, തന്ത്രി ഒപ്പിട്ടെന്ന ഒരു വാദം കൂടി ആ സമയത്ത് ഉണ്ടായിരുന്നു. ആ വാദം തെറ്റാണ് എന്നുള്ള കണ്ടെത്തൽ കൂടി SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ആ വാദം തെറ്റാണ്, അതിന് തെളിവില്ല എന്നുള്ളതാണ് ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ ഇതുമായി സംബന്ധിച്ച് ഈ എ പത്മകുമാറിനെതിരെ കൂടുതൽ തെളിവുകളുള്ള ആ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് അത്തരത്തിലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. അതായത് ഇതിൻ്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത് എ പത്മകുമാറിനെതിരെ വന്നിട്ടുള്ള കൂടുതൽ തെളിവുകൾ എത്തരത്തിലെന്ന് സൂചിപ്പിച്ചാൽ ഈ സ്വർണ്ണപ്പാളി എന്നുള്ളത്, അതായത് പിച്ചളപ്പാളി എന്നുള്ളത് ചെമ്പുപാളി എന്നാക്കിയ ആ ഒരു പ്രവൃത്തി, അതൊരു കൂട്ടുത്തരവാദിത്തം, തനിക്ക് മുകളിൽ നിന്ന് സമ്മർദ്ദം, അവിടെ നിന്നും സമ്മർദ്ദം എന്നുള്ള തരത്തിലൊക്കെയുള്ള പരാമർശങ്ങളൊക്കെ എ പത്മകുമാർ ആ ജാമ്യാപേക്ഷയിലൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് മനഃപൂർവ്വമാണ്, എത്തരത്തിലാണെങ്കിലും മുകളിൽ നിന്നുള്ള സമ്മർദ്ദമാണെങ്കിലും അത് മനഃപൂർവ്വമാണെന്നുള്ളതാണ്. പിച്ചളപ്പാളി എന്നുള്ളത് ചെമ്പുപാളി എന്നാക്കിയത് മനഃപൂർവ്വമാണ് എന്നുള്ളതും കൂടിയാണ്. അത് ദേവസ്വം മിനിറ്റ്സിലാണ് കാര്യം ചെയ്തിരിക്കുന്നത്, ആ ഒരു തിരുത്തൽ നടത്തിയിരിക്കുന്നത്. ആ തിരുത്തൽ നടത്തിയത് മനഃപൂർവ്വമാണ്. ഒപ്പം അതിനുശേഷം അനുവദിക്കുന്നു എന്ന് വെച്ചാൽ ഇത് വിട്ടുകൊടുക്കാൻ അനുവദിക്കുന്നു. അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു, 2019 കാലഘട്ടമാണ്. അന്ന് താൻ ഈ പാളികൾ അറ്റകുറ്റപ്പണിക്കായി വിട്ടുകൊടുക്കാൻ അനുവദിക്കുന്നു എന്ന് എഴുതി സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പിട്ടു എന്നുള്ളതാണ് ഇതിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറിയത് എന്നുള്ളതും കൂടി നമ്മൾ ഓർക്കണം. ഒപ്പം തന്നെ കട്ടിളപ്പാളികൾ അറ്റകുറ്റപ്പണി നടത്താൻ ആവശ്യപ്പെട്ടത് തന്ത്രിയല്ല എന്നുള്ള കണ്ടെത്തൽ കൂടിയാണ്. തന്ത്രി ഒപ്പിട്ടെന്ന ഒരു വാദം അത് തെറ്റാണ്, അതിന് തെളിവില്ല എന്നുള്ളതും കൂടിയാണ് ഈ ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച എ പത്മകുമാറിനെതിരെ കൂടുതൽ തെളിവുകളുള്ള റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്.
ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെയും ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെയും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റി. ഹർജികൾ ഹൈക്കോടതി മറ്റന്നാൾ പരിഗണിക്കും. അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ടാണ് പത്മകുമാർ ഹർജി നൽകിയത്. ദേവസ്വത്തിന്റെ ഭരണപരമായ പദവിയിലിരുന്ന തനിക്ക് ജീവനക്കാരെ ശബരിമലയിൽ ജോലിയുടെ ഭാഗമായി നിയന്ത്രിക്കാനുള്ള ചുമതലയാണ് ഉണ്ടായിരുന്നതെന്നും കൂട്ടായ്മയിലല്ലാതെ ഒറ്റയ്ക്ക് ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്നുമാണ് പത്മകുമാർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞത്. അതേസമയം താൻ നിരപരാധിയാണെന്ന വാദമാണ് സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ ഹർജിയിൽ ഉന്നയിച്ചത്. രണ്ടുപേരും റിമാൻഡിലാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മണപ്പാട്ട് ഫൗണ്ടേഷനും തമ്മിലുള്ള ഇടപാടുകളിൽ സംശയമുന്നയിച്ച് വിജിലൻസ്. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ നേരിട്ട് പണം സ്വീകരിച്ചിട്ടില്ലെന്നും പണം സ്വീകരിച്ചത് NGO ആയ മണപ്പാട്ട് ഫൗണ്ടേഷനാണെന്നുമായിരുന്നു ആദ്യത്തെ വിശദീകരണം. പുനർജനി പദ്ധതിക്കായി മണപ്പാട്ട് ഫൗണ്ടേഷൻ ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കുകയും 2018 മുതൽ 2022 വരെ ആ അക്കൗണ്ടിലൂടെ പണം വിനിമയം നടത്തുകയും ചെയ്തിട്ടുണ്ട്. രേഖകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിക്കായി 1,27,00,000-ലധികം രൂപ പിരിച്ചെടുത്തു. പുനർജനി സ്പെഷ്യൽ അക്കൗണ്ട് വഴിയും മണപ്പാട്ട് ഫൗണ്ടേഷന്റെ FCRA കറന്റ് അക്കൗണ്ട് വഴിയുമാണ് പണം സ്വരൂപിച്ചത്. എന്നാൽ UK-യിൽ നിന്ന് സ്വരൂപിച്ച് നാട്ടിലേക്ക് അയച്ചതിൽ പണം സ്വരൂപിച്ച മിഡ്ലാൻഡ് ഇന്റർനാഷണൽ എയ്ഡ് ട്രസ്റ്റും മണപ്പാട്ട് ഫൗണ്ടേഷനും തമ്മിൽ ധാരണാപത്രങ്ങളൊന്നും ഒപ്പുവെച്ചിട്ടില്ല. ഇത് സംശയാസ്പദമാണെന്നാണ് വിലയിരുത്തൽ. വി ഡി സതീശന് വേണ്ടി വിദേശ യാത്രയ്ക്കുള്ള കോംപ്ലിമെന്ററി ടിക്കറ്റുകൾ സംഘടിപ്പിച്ചതും അവയുടെ ടാക്സ് അടച്ചിരിക്കുന്നതും മണപ്പാട്ട് ഫൗണ്ടേഷനാണ്. വി ഡി സതീശന്റെ UK-യിലെ താമസ സൗകര്യവും മറ്റ് ചെലവുകളും വഹിച്ചത് മണപ്പാട്ട് ഫൗണ്ടേഷനാണെന്ന് ചെയർമാൻ വിജിലൻസിനോട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കണ്ടെത്തലുണ്ട്. മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 74 വയസ്സായിരുന്നു. ശ്വാസകോശ അർബുദത്തെ തുടർന്ന് ഏറെ നാൾ ചികിത്സയിലായിരുന്നു. കളമശ്ശേരി ഞാലകം കൺവെൻഷൻ സെന്ററിൽ വെച്ച മൃതദേഹത്തിൽ 100 കണക്കിന് പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. നാളെ രാവിലെ 10 മണിക്ക് എറണാകുളം ആലങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് സംസ്കാര ചടങ്ങുകൾ. മുസ്ലിം ലീഗിന്റെ മധ്യ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന VK ഇബ്രാഹിം കുഞ്ഞ് MSF-ലൂടെയാണ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത്. 2001-ലും 2006-ലും മട്ടാഞ്ചേരിയിൽ നിന്ന് മത്സരിച്ചു. 2011-ലും 2016-ലും കളമശ്ശേരിയെ പ്രതിനിധീകരിച്ചു. മട്ടാഞ്ചേരി മണ്ഡലത്തിന്റെ അവസാന MLA-യും കളമശ്ശേരി മണ്ഡലത്തിന്റെ ആദ്യ MLA-യുമാണ് VK ഇബ്രാഹിം കുഞ്ഞ്. 2005 മുതൽ 2006 വരെ വ്യവസായ സാമൂഹ്യ ക്ഷേമ വകുപ്പ് മന്ത്രിയും 2011 മുതൽ 2016 വരെ പൊതുമരാമത്ത് മന്ത്രിയുമായിരുന്നു ഇബ്രാഹിം കുഞ്ഞ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതിയായ ആദ്യ ബലാത്സംഗ കേസിലെ പരാതിക്കാരി ഹൈക്കോടതിയെ സമീപിച്ചു. കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യ ഹർജിയിൽ കക്ഷി ചേർക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതിക്കാരി ഹൈക്കോടതിയെ സമീപിച്ചത്. തന്നെ കൂടി കേൾക്കണമെന്നാണ് ആവശ്യം. കേസുമായി ബന്ധപ്പെട്ട് സൈബർ ആക്രമണം നേരിടേണ്ടി വരുന്നുവെന്നും ഹർജിയിൽ പറയുന്നു. ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യ ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് നീക്കം. പാലക്കാട് മലമ്പുഴയിൽ വിദ്യാർത്ഥിയെ മദ്യം നൽകി പീഡിപ്പിച്ച സംഭവത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത് വിദ്യാഭ്യാസ വകുപ്പ്. സ്കൂളിനെതിരെ AEO സമർപ്പിച്ച റിപ്പോർട്ടിലാണ് നടപടി. സ്കൂൾ മാനേജരെ അയോഗ്യനാക്കണമെന്നും AEO വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് ശുപാർശ നൽകി. വിവരമറിഞ്ഞിട്ടും മറച്ചുവെച്ചതിനാണ് നടപടി. പ്രധാന അധ്യാപിക, ക്ലാസ് ടീച്ചർ എന്നിവർക്കും വിദ്യാഭ്യാസ വകുപ്പ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. 3 ദിവസത്തിനകം വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. നടൻ മോഹൻലാൽ KSRTC-യുടെ ഗുഡ്വിൽ അംബാസഡർ ആകുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. മോഹൻലാലിനെ വെച്ച് KSRTC പരസ്യങ്ങൾ നിർമ്മിക്കും. പണം വാങ്ങാതെയാണ് മോഹൻലാൽ പ്രവർത്തിക്കുകയെന്നും മന്ത്രി അറിയിച്ചു. ടിക്കറ്റ് വരുമാനത്തിൽ പുതിയ ചരിത്രം കുറിച്ച് KSRTC. ചരിത്രത്തിൽ ആദ്യമായി ഒരു ദിവസത്തെ ആകെ വരുമാനം 13 കോടി രൂപ പിന്നിട്ടിരിക്കുകയാണ്. 2026 ജനുവരി 5-ലെ കണക്കുകൾ പ്രകാരം 13.01 കോടി രൂപയാണ് KSRTC നേടിയത്. ഈ നേട്ടത്തിൽ ജീവനക്കാരെയും മാനേജ്മെന്റിനെയും ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ അഭിനന്ദിച്ചു. 3.01 കോടി രൂപയാണ് ജനുവരി 5-ാം തീയതി KSRTCക്ക് ലഭിച്ച ആകെ വരുമാനം. ഇതിൽ 12.18 കോടി രൂപ ടിക്കറ്റ് വരുമാനമാണ്. ടിക്കറ്റ് ഇതര വരുമാനമായി 0.83 കോടി രൂപയും ലഭിച്ചെന്നാണ് മന്ത്രി സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണെന്ന ചോദ്യത്തോടെയാണ് സാമൂഹ്യ മാധ്യമത്തിൽ മന്ത്രിയുടെ കുറിപ്പ് ആരംഭിക്കുന്നത്. കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ നടനും TV-ക്ക് അധ്യക്ഷനുമായ വിജയ്ക്ക് CBI സമ്മൺസ് അയച്ചു. CBI-യുടെ ഡൽഹി ഓഫീസിൽ ഈ മാസം 12-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം.
നേരത്തെ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ തമിഴ്നാട് പോലീസ് നടത്തിയ അന്വേഷണത്തോട് വിജയ് സഹകരിച്ചിരുന്നില്ല. വിജയ് കൂടെ ആവശ്യപ്പെട്ടാണ് ദുരന്തത്തിൽ CBI അന്വേഷണം തുടങ്ങിയത്. വിജയ് നായകനായി എത്തുന്ന അവസാന ചിത്രം ജനനായകൻ സെൻസർ ബോർഡിന്റെ റിവൈസിംഗ് കമ്മിറ്റിക്ക് വിട്ടു. സെൻസർ ബോർഡ് ചെയർമാന്റേതാണ് തീരുമാനം. 9 പേരുള്ള സമിതി ചിത്രം പരിശോധിക്കും. റിലീസിന് 3 നാൾ ബാക്കി നിൽക്കെയാണ് ചിത്രം റിവൈസിംഗ് കമ്മിറ്റിക്ക് വിട്ടത്. ഡിസംബർ 19 ചിത്രം സെൻസർ ബോർഡ് കാണുകയും 10-ലേറെ കട്ടുകൾ നിർദ്ദേശിക്കുകയും ചെയ്തു. തുടർന്ന് മാറ്റങ്ങൾ വരുത്തി വീണ്ടും ചിത്രം സമർപ്പിച്ചിരുന്നു. എന്നാൽ അതിനുശേഷവും സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നില്ല. മധുരയിലെ തിരുപ്പറക്കുണ്ട്രം ദീപം തെളിയിക്കൽ കേസിൽ തമിഴ്നാട് സർക്കാരിന് തിരിച്ചടി. തിരുപ്പറക്കുണ്ട്രം കുന്നുകളിലെ കൽത്തൂണിൽ വിളക്ക് തെളിയിക്കണമെന്ന് നിർദ്ദേശിച്ച സിംഗിൾ ബെഞ്ച് ജഡ്ജിയുടെ ഉത്തരവ് മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും ശരിവെച്ചു. ജസ്റ്റിസ് G. ജയചന്ദ്രനും ജസ്റ്റിസ് KK രാമകൃഷ്ണനും അടങ്ങുന്ന ബെഞ്ചിൻ്റെതാണ് വിധി. കേസുമായി ബന്ധപ്പെട്ട് ക്രമസമാധാന പ്രശ്നങ്ങളില്ലെന്നും തമിഴ്നാട് സർക്കാർ സാങ്കല്പിക ഭീതി പരത്തുകയാണെന്നും കോടതി വിമർശിച്ചു. സിംഗിൾ ബെഞ്ച് ഉത്തരവ് നടപ്പാക്കാത്തതിലും സർക്കാരിനെ കോടതി രൂക്ഷമായി വിമർശിച്ചു. കുന്നിൻമുകളിലുള്ള ദീപത്തൂണിൽ കാർത്തിക ദീപം തെളിയിക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു തമിഴ് പാർട്ടി നേതാവ് രാമരവികുമാർ സമർപ്പിച്ച ഹർജിയിലാണ് കേസ് ആരംഭിച്ചത്. ഹർജി അനുവദിച്ച ജസ്റ്റിസ് GR സ്വാമിനാഥൻ 2025 ഡിസംബർ 1 സാധാരണ സ്ഥലങ്ങൾക്ക് പുറമെ കുന്നിൻമുകളിലെ ദർഗയ്ക്ക് സമീപമുള്ള കൽത്തൂണിൽ കാർത്തിക ദീപം തെളിയിക്കാൻ ഉത്തരവിട്ടു. എന്നാൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ജില്ലാ ഭരണകൂടം ഉത്തരവ് നടപ്പാക്കിയില്ല. ഉത്തരവിനെതിരെ ജില്ലാ കളക്ടർ, സിറ്റി പോലീസ് കമ്മീഷണർ, HRNC ഉദ്യോഗസ്ഥർ, ദേവസ്ഥാനം, ദർഗാ അംഗങ്ങൾ, TN വഖഫ് ബോർഡ് എന്നിവർ അപ്പീലുകൾ സമർപ്പിക്കുകയായിരുന്നു. സൈനിക നടപടിയിലൂടെ അമേരിക്ക തട്ടിക്കൊണ്ടുപോയ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യയെയും ന്യൂയോർക്കിലെ കോടതിയിൽ ഹാജരാക്കി. മാൻഹട്ടനിലെ ഫെഡറൽ കോടതിയിലാണ് ഇരുവരെയും ഹാജരാക്കിയത്. മാർച്ച് 17 ഇരുവരെയും വീണ്ടും കോടതിയിൽ ഹാജരാക്കുക. വെനസ്വേലയ്ക്ക് പുറമെ മെക്സിക്കോയിലെയും കൊളംബിയയിലെയും ഡ്രഗ് കാർട്ടലുകളുമായി ചേർന്ന് കൊക്കൈൻ കടത്താൻ കൂട്ടുനിന്നുവെന്ന ആരോപണത്തിലാണ് മഡൂറോ വിചാരണ നേരിടുന്നത്. നാർക്കോ ഭീകരവാദം, കൊക്കൈൻ കടത്താനുള്ള ഗൂഢാലോചന, മെഷീൻ ഗൺ കൈവശം വയ്ക്കുക, മാരകശേഷിയുള്ള ആയുധങ്ങൾ കൈവശം കരുതുക എന്നിവയാണ് മഡൂറോയ്ക്കെതിരായ കുറ്റങ്ങൾ. താൻ ഇപ്പോഴും വെനസ്വേലയുടെ പ്രസിഡന്റാണെന്നും ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്നും മഡൂറോ പറഞ്ഞു. മാർച്ച് 17 ഇരുവരെയും വീണ്ടും കോടതിയിൽ ഹാജരാക്കും. ഇടവേള. ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. ചേച്ചി, ഹൈടെക് വീടിന് ഹൈടെക് TV. ഹ്യൂറിക്സാ? അയ്യോ വേണ്ടായിരുന്നു. എന്റെ വക ഒരു ഉഗ്രൻ ഹ്യൂറിക്സ് ഗൂഗിൾ TV. 4 വർഷം വാറണ്ടി അതിന്. വേണ്ടായിരുന്നു. രവി ചേച്ചി ഹായ്. ചേച്ചിയെ പോലെ തന്നെ അൾട്രാ സ്മാർട്ട് ഹ്യൂറിക്സ് ഗൂഗിൾ TV. ഫ്രീ ആയിട്ട് സ്പീക്കറും ഉണ്ട്. വേണ്ടായിരുന്നു. ഇത്രമാത്രം ഫീച്ചേഴ്സ് ഉള്ള TV ആയിരുന്നു ഹ്യൂറിക്സ്. എന്നാ എനിക്കും വേണം ഒരെണ്ണം. സിമ്പിൾ അല്ലേ? cjsmart.tv വഴി വാങ്ങാം, അല്ലെങ്കിൽ CJ സ്മാർട്ട് ഷോപ്പിൽ നിന്നും വാങ്ങാം. ഹ്യൂറിക്സ് ഗൂഗിൾ TV by CJ Smart. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. മലയോര കർഷകരുടെ മായമില്ലാത്ത രുചിക്കൂട്ട് ബയോ മൗണ്ടൻ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ്. തലശ്ശേരി അതിരൂപതയുടെ സംരംഭം. കുന്നോത്ത്, ഇരിട്ടി. എനിക്ക് നല്ല ടെൻഷനുണ്ട്. അയ്യോ ഒരു മിനിറ്റ്. അച്ഛ PG എൻട്രൻസ് അല്ലേ, മനസ്സറിഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. പഠിച്ചത് മാത്രമേ വരുള്ളൂ മോളെ. അഡ്മിഷന്റെ ഫീസിന്റെ കാര്യത്തില് അച്ഛനൊരു വഴി കണ്ടിട്ടുണ്ട്. വരിക. KSFE, ഈ നാടിന്റെ ധൈര്യം. പ്രകൃതി നമുക്കായി കരുതി വച്ചിരിക്കുന്നു അത്യപൂർവ ഔഷധങ്ങൾ. അവ ശ്രദ്ധാപൂർവം ശേഖരിച്ച് 450-ലേറെ ആധികാരിക ആയുർവേദ ഔഷധങ്ങളാക്കി മാറ്റുന്നു ഔഷധി. രാജ്യമൊട്ടാകെ സാന്നിധ്യം. ഔഷധി ഔഷധമാണ്, അത്ഭുതമല്ല. ഒരു കേരള സർക്കാർ സ്ഥാപനം.
Golden Diamonds, Kalpaka Building, Bypass Road, Kondoti. മധ്യപ്രദേശ് ഇൻഡോറിലെ മലിനജലം കുടിച്ച് ഒരാൾ കൂടി മരിച്ചു. ഇതോടെ മരിച്ചവരുടെ എണ്ണം 17ആയി. നിലവിൽ 142 പേരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. പുതുതായി 38 പേരെ കൂടി രോഗം സ്ഥിരീകരിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിലുള്ളവരിൽ 15 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. രോഗം ബാധിച്ചവരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നത് ആളുകളിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇൻഡോറിലെ മലിനജല ദുരന്തത്തെ സംസ്ഥാന സർക്കാർ പകർച്ചവ്യാധിയായി പ്രഖ്യാപിച്ചിരുന്നു. ബംഗ്ലാദേശിൽ വീണ്ടും ഹിന്ദു യുവാവ് കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. 40-കാരനായ പലചരക്ക് കടയുടമ ശരത് മാനി ചക്രബർത്തിയാണ് കൊല്ലപ്പെട്ടത്. 24 മണിക്കൂറിനുള്ളിൽ രാജ്യത്ത് നടക്കുന്ന രണ്ടാമത്തെ സംഭവമാണിതെന്ന് ബംഗ്ലാദേശ് മാധ്യമങ്ങൾ പറയുന്നു. നർസിംഗ്ഡി ജില്ലയിൽ തിങ്കളാഴ്ച രാത്രി 10ഓടെയായിരുന്നു സംഭവം. ഈ സംഭവത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് ജഷോർ ജില്ലയിൽ 45-കാരനായ റാണ പ്രതാപ് എന്ന മാധ്യമപ്രവർത്തകരും വെടിയേറ്റ് മരിച്ചു. ആൾക്കൂട്ടം ആക്രമിച്ച് തലയ്ക്ക് വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. 2 ആഴ്ചക്കിടെ ബംഗ്ലാദേശിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 5 പേരാണ്. ബംഗ്ലാദേശിലെ യൂനസ് സർക്കാരിന് കീഴിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായി നടക്കുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ കടുത്ത ആശങ്ക അറിയിച്ചു. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, ബുദ്ധമതക്കാർ എന്നിവരുൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ നിലനിൽക്കുന്ന നിരന്തരമായ ശത്രുത ആശങ്കാജനകമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. വടക്കൻ നൈജീരിയയിലെ നൈജറിൽ സായുധ സംഘം നടത്തിയ ആക്രമണത്തിൽ 30 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേരെ അക്രമികൾ തട്ടിക്കൊണ്ടുപോയി. കഴിഞ്ഞ ദിവസമാണ് ബോർഗുവിലെ കസുവാൻ ദാജി ഗ്രാമത്തിലേക്ക് ആയുധധാരികളായ സംഘം ഇരച്ചു കയറിയത്. ഇവർ ഗ്രാമവാസികൾക്ക് നേരെ വെടിയുതിർക്കുകയും നിരവധി വീടുകൾ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. ആക്രമണത്തെ അപലപിച്ച നൈജീരിയൻ പ്രസിഡന്റ് ബോല ടിനുബു അക്രമികളെ കണ്ടെത്തി ബന്ധികളെ മോചിപ്പിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പാകിസ്ഥാന് പ്രതിരോധ വിവരങ്ങൾ ചോർത്തിയതിൽ ഹരിയാനയിൽ ഒരാൾ അറസ്റ്റിൽ. അംബാല സ്വദേശി സുനിൽ സന്നിയാണ് അറസ്റ്റിലായത്. എയർഫോഴ്സ് മേഖലകളുടെ ചിത്രങ്ങൾ പകർത്തി പാകിസ്ഥാന് കൈമാറിയെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇയാളുടെ പക്കൽ നിന്നും ഫോണും മറ്റു വസ്തുക്കളും പിടിച്ചെടുത്തിട്ടുണ്ട്. സംശയാസ്പദമായ നിരവധി കാര്യങ്ങൾ ഫോണിൽ നിന്നും കണ്ടെത്തിയെന്നാണ് പുറത്തു വരുന്ന വിവരം. ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ചാരപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നടക്കുന്ന അറസ്റ്റിലെ ഏറ്റവും പുതിയതാണ് ഹരിയാനയിലേത്. 2020 മുതൽ വ്യോമസേനാ ബേസുകളിലെ അറ്റകുറ്റപ്പണി ചെയ്യുന്ന കോൺട്രാക്ടറായിരുന്നു ഇയാൾ. ഒരു പ്രധാനപ്പെട്ട വാർത്ത വയനാട്ടിൽ നിന്നാണ് വരുന്നത്. വയനാട്ടിൽ മാനന്തവാടി മെഡിക്കൽ കോളേജിനെതിരെ ഒരു പരാതി ഉയർന്നതായാണ് വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. പ്രസവിച്ച് 2.5 മാസത്തിന് ശേഷം യുവതിയുടെ വയറ്റിൽ നിന്ന് തുണിക്കഷ്ണം കണ്ടെടുത്തു. പാണ്ടിക്കടവ് സ്വദേശിയായ 21-കാരിക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത്. വലിയ പരാതി ഇപ്പോൾ വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിനെതിരെ ഉയർന്നു വരികയാണ്. പ്രസവിച്ച് 2.5 മാസത്തിന് ശേഷം യുവതിയുടെ വയറ്റിൽ നിന്ന് തുണിക്കഷ്ണം കണ്ടെടുത്തിരിക്കുകയാണ്. എന്തൊരു ഗുരുതരമായ ഒരു അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോയ ഡോക്ടർമാരുടെ പിഴവ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 2.5 മാസത്തിന് ശേഷം, അതായത് ഈ ഗർഭം ധരിച്ച്, അതായത് ഡെലിവറിക്കായി എത്തിയതാണ്. അതിനുശേഷം ഈ സർജറി അടക്കം കഴിഞ്ഞ് പിന്നീട് പോയി 2.5 മാസത്തിന് ശേഷം വേദന എടുത്തിട്ടാകണം അങ്ങോട്ട് വന്നത്. യുവതി മെഡിക്കൽ കോളേജിലെ സ്ത്രീ രോഗ വിഭാഗം ഡോക്ടർക്കെതിരെ ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. യുവതി 21-കാരിക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത്. പാണ്ടിക്കടവ് സ്വദേശിയാണ് ഈ 21-കാരി. മന്ത്രി OR കേളു, DMO, ആശുപത്രി സൂപ്രണ്ട് എന്നിവർക്കാണ് പരാതി നൽകിയിട്ടുള്ളത്. മന്ത്രിതലത്തിലേക്കടക്കം പരാതി നൽകിയിരിക്കുന്നു ഈ യുവതി. പ്രസവശേഷം അസഹനീയമായ വേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തുകയായിരുന്നു. തുണി താനെ പുറത്തു വരികയായിരുന്നു. രക്തസ്രാവം തടയാനാണ് തുണി വെച്ചത്. ഒക്ടോബർ 10-നായിരുന്നു യുവതിയുടെ പ്രസവം. അതായത് ശ്രദ്ധിക്കേണ്ടത്, അത്രത്തോളം വീഴ്ച, ഗുരുതരമായ വീഴ്ചയാണ് വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ടായിരിക്കുന്നത്. അതിനെതിരെ ഇപ്പോൾ ആ യുവതി 21-കാരി പരാതി നൽകിയിരിക്കുകയാണ്. ഒക്ടോബർ 10-നാണ് യുവതി അവിടെ പ്രസവത്തിനായി എത്തിയത്. പ്രസവ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഈ രക്തസ്രാവം തടയാനായി തുണി വെച്ചതാണ്. ആ തുണിയാണ് അകത്ത് തുണിക്കഷ്ണം, ആ തുണിയുടെ കഷ്ണമാണ് ആ വയറ്റിൽ നിന്ന് കണ്ടെടുത്തത്. പിന്നീട് സ്വാഭാവികമായും ആ ശസ്ത്രക്രിയയ്ക്ക് ശേഷം മറ്റ് നടപടികളൊക്കെ പൂർത്തിയായി യുവതി തിരിച്ചു പോയി കാണണം. അതിനുശേഷം ഈ പ്രസവശേഷം ഈ അസഹനീയമായ വേദന തുറന്നു കാണണം. ആലോചിക്കണം, ഒക്ടോബർ 10-നാണ്, ഇപ്പോൾ ജനുവരി ആയിരിക്കുന്നു. ഈ ഒരു സമയത്ത് ഇത്രയും കാലം ഈ തുണിക്കഷ്ണവും വയറ്റിൽ പേറി നടക്കുകയായിരുന്നു ഈ യുവതി എന്നുള്ളതാണ് ഇതിൽ ഈ ആശുപത്രിക്കെതിരെയുള്ള ആരോപണങ്ങൾ അത്രത്തോളം ശക്തമാക്കുന്നത്. അല്ലെങ്കിൽ ആശുപത്രി സ്വീകരിച്ച ആ ഒരു ലംഘനം അല്ലെങ്കിൽ സുരക്ഷാ വീഴ്ച, ആശുപത്രിയുടെ വീഴ്ച അത്രത്തോളം ശ്രദ്ധേയമാകുന്നത് ഈ യുവതിയുടെ ഈ
ഈ പരാതി വായിക്കുമ്പോഴാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പാണ്ടിക്കടവ് സ്വദേശിയായ 21-കാരിക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത്. അസഹനീയമായ വേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തുകയായിരുന്നു. തുണി താനെ പുറത്തു വരികയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആ ഒരു യുവതി ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ സ്ത്രീരോഗ വിഭാഗം ഡോക്ടർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. സ്ത്രീരോഗ വിഭാഗം ഡോക്ടർക്കെതിരെയാണ് 21-കാരി പാണ്ടിക്കടവ് സ്വദേശിയായ 21-കാരി പരാതി നൽകിയിരിക്കുന്നത്. മന്ത്രി OR കേളു, DMO, ആശുപത്രി സൂപ്രണ്ട് എന്നിവർക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. മാധ്യമപ്രവർത്തകനായ നവാസ് മേത്തർ രചിച്ച ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകത്തിന്റെ 4ാം പതിപ്പ് പ്രകാശനം ചെയ്തു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ PC വിഷ്ണുനാഥ് MLA പ്രകാശന കർമ്മം നിർവഹിച്ചു. തുടർന്ന് പുസ്തക ചർച്ചയും നടന്നു. കണ്ണൂരിലെ മാധ്യമപ്രവർത്തന രംഗത്ത് നവാസ് മേത്തറുടെ അനുഭവങ്ങളും അറിവുകളും ഓർമ്മകളും രചനകളായി രൂപാന്തരപ്പെട്ടതാണ് ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകം. ആകാംക്ഷ നിറഞ്ഞ അനുഭവക്കുറിപ്പുകൾ വായനക്കാർ നെഞ്ചിലേറ്റിയതിൻ്റെ സൂചനയാണ് 4ാം പതിപ്പിൻ്റെ പ്രകാശനമെന്ന് PC വിഷ്ണുനാഥ് MLA പറഞ്ഞു. നവാസ് മേത്തറുടെ കഠിനാധ്വാനവും എഴുത്തിനോടുള്ള സ്നേഹവും പുസ്തകത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ടെന്നും PC വിഷ്ണുനാഥ് കൂട്ടിച്ചേർത്തു. എഴുത്തുകാരൻ്റെ ഭാവന, സംഭവങ്ങളുടെ വിശദാംശങ്ങളുടെ വിശദീകരണത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമുക്ക് ആ പുസ്തകം വായിക്കാനുള്ള വലിയ താല്പര്യം വരികയാണ്. ഈ അടുത്ത പേജിൽ എന്തായിരിക്കും എന്ന ഒരു താല്പര്യം ഉണ്ടാക്കുക. അതുകൊണ്ടാണ് ഈ പുസ്തകം 4 പതിപ്പുണ്ടായത്. ഇനിയും 4ഉം 5ഉം 10ഉം കഴിഞ്ഞ് ഈ പുസ്തകം മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് KV മനോജ്, V അബ്ദുൽ നാസർ IAS, സിനിമ സീരിയൽ താരം ഇബ്രാഹിം കുട്ടി, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, കൈരളി TV ചീഫ് മാനേജർ ജഗദീഷ് നാരായൺ എന്നിവർ 4ാം പതിപ്പ് ഏറ്റുവാങ്ങി. രചനയിലെ വശ്യത കൊണ്ടാണ് 4ാം പതിപ്പിലേക്ക് ഇത്രയും വേഗത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതെന്ന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു. നമ്മളടങ്ങുന്ന ഒരു തലമുറ മുഴുവൻ പുസ്തക വായനയുടെ ലോകത്ത് നിന്നും മാറി നടക്കുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ മൊബൈലിന്റെ ഭാഗമായി അല്ലെങ്കിൽ റീലുകളുടെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളൊരു കാലത്ത് ഒരു പുസ്തകം അതിന്റെ 4ാം പതിപ്പിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എത്തുക എന്ന് പറയുന്നത് കേവലം ബന്ധങ്ങൾ കൊണ്ട് മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല. കാരണം അതിൻ്റെ അകക്കാമ്പിലെ ആ ഒരു എഴുത്തിൻ്റെ വശ്യത ഒന്നുകൊണ്ട് മാത്രമാണ് അതിന് വീണ്ടും വീണ്ടും പതിപ്പുകൾ ഉണ്ടാവുന്നത്. എഴുത്തിൻ്റെ രസച്ചരട് പൊട്ടാതെ കാത്തുസൂക്ഷിക്കാൻ ഗ്രന്ഥകാരന് കഴിഞ്ഞു എന്നതാണ് ആ താലിമാല തേടി ആരും വന്നില്ല എന്ന അനുഭവക്കുറിപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് സിനിമ സീരിയൽ താരം ഇബ്രാഹിം കുട്ടി പറഞ്ഞു. നമുക്ക് എഴുതണം എന്ന മോഹം തോന്നിയ കാലത്ത് എഴുത്തുകാരോട് അസൂയ തോന്നിയത്. അപ്പോൾ നമ്മളെ മനസ്സിൽ വിചാരിച്ചു ഇങ്ങനെയാണ് ആളുകൾ ഇങ്ങനെയൊക്കെ ഇത് ശില്പിക്കുന്നത്. ഒരു കഥ പറഞ്ഞു വരുമ്പോൾ അത് തുടക്കത്തിൽ നിന്ന് വന്ന് അവസാനം വരെ അതിൻ്റെ രസച്ചരട് പൊട്ടാതെ അവസാനം അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുന്നവരെ വായനക്കാരനെ പിടിച്ചിരുത്തി കൊണ്ടുപോകണം. ഇത് കണ്ട് കൊണ്ടല്ലല്ലോ, വായിച്ചുകൊണ്ട് കാണുകയല്ലേ. അപ്പോൾ അതിനുള്ളൊരു കഴിവൊക്കെ വലിയ സംഭവമായിട്ട് തോന്നിയിരുന്നു. എഴുതി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ബുദ്ധിമുട്ടുള്ള പണിയാണെന്നുള്ളത്. വ്യക്തികളുമായി അടിത്തറയുള്ള ബന്ധമാണ് എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ നവാസ് മേത്തറുടെ രചനയ്ക്ക് പിന്നിലെന്ന് V അബ്ദുൽ നാസർ IAS കൂട്ടിച്ചേർത്തു. ആരെങ്കിലും ഒരു രോഗി വന്നു കഴിഞ്ഞാൽ കാഷ്വാലിറ്റി ആയിട്ട് വരുന്ന കേസുകളാണെങ്കിലും, ഇനി അവിടെ അഡ്മിഷനായിട്ട് വന്ന ആൾക്കാരാണെങ്കിലും, ഇനി പരിചയമില്ലാത്ത മേഖലയിൽ നിന്ന് വന്ന ആൾക്കാരുകളാണെങ്കിലും, ചിലപ്പോൾ ആദിവാസി മേഖലയിൽ നിന്ന് വരുന്ന വളരെ പാവപ്പെട്ട പരിചയമൊന്നുമില്ലാത്ത ആൾക്കാരുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ അന്ന് മുതൽ കൈപിടിച്ച് ആശുപത്രിയുടെ ചികിത്സാ സംവിധാനങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു. ഇനി കൂട്ടിരിക്കാൻ ആളില്ലെങ്കിൽ വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്ത് അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് ചെയ്യുന്നൊരു പരിപാടി വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ തലശ്ശേരി ആശുപത്രിയിൽ ഞാൻ കണ്ടത്. അപ്പോൾ ആ സമയത്തടക്കം നവാസ് ഉൾപ്പെടെയുള്ള ആൾക്കാരുകൾ അവിടെ അത് രാഷ്ട്രീയവും മതവും ജാതിയും അങ്ങനത്തെ ഒരു വിവേചനമൊന്നും അവിടെ ആരും അങ്ങനെയുള്ള സേവനങ്ങൾക്കൊന്നും തലശ്ശേരിക്കാരെ കാണിക്കില്ല. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരി, കേരള വിഷൻ പബ്ലിക്കേഷൻസ് എഡിറ്റർ NE ഹരികുമാർ, V മുകുന്ദൻ എന്നിവർ സംസാരിച്ചു. കൈരളി TV ചീഫ് മാനേജർ ജഗദീഷ് നാരായൺ നന്ദി പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.
കേരള വിഷൻ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി മലപ്പുറം നിലമ്പൂർ ടൗൺ മേഖലാ സമ്മേളനം നടന്നു. KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ C. സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ച് മലപ്പുറത്തെ ആളുകളുടെ ആതിഥ്യം, അതുപോലെ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിനൊക്കെ മലപ്പുറത്തുകാരുടേതായ ഒരു രീതിയിലേക്ക് നമ്മളതിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഈ സംഘടന കേരളത്തിൽ COA എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപം കൊടുക്കാൻ മുന്നിട്ട് ഇറങ്ങിയ പല ആളുകളും മലപ്പുറം ജില്ലയിലുണ്ട്. ഇപ്പോൾ നമ്മുടെ കമ്പനിയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കമ്പനിയെ ഈ രീതിയിലേക്കുള്ള വളർച്ചയിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രധാന പങ്ക് വഹിച്ച ആളുകളുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് സംസ്ഥാന കമ്മിറ്റിക്ക് ഒരു പ്രതീക്ഷയുണ്ട്. മലപ്പുറം ജില്ലയ്ക്ക് ഈ സമ്മേളനം തരുമ്പോൾ മലപ്പുറം ജില്ല എങ്ങനെ ആ സമ്മേളനത്തെ കാണും, അതെങ്ങനെ കൈകാര്യം ചെയ്യുമെന്നത്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ തന്നെ 2008 നമ്മൾ അവസാനമായി നമ്മുടെ ജില്ലയിൽ സമ്മേളനം നടന്നത്. അന്നൊക്കെ കേരളത്തിൽ നടത്തിയ സംസ്ഥാന സമ്മേളനങ്ങളിൽ ഏറ്റവും മികച്ച, ഇപ്പോഴും സംസ്ഥാന കമ്മിറ്റി പല സമ്മേളനങ്ങൾ വരെ എത്താറുള്ളത് തിരൂർ സമ്മേളനം, 2008 തിരൂർ സമ്മേളനം ഒരു മാതൃകയായി കാണുമെന്നുള്ളത്. നിലമ്പൂർ വ്യാപാര ഭവനിൽ നടന്ന പരിപാടിയിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പ്രവീൺ കുമാർ അധ്യക്ഷനായിരുന്നു. മേഖലാ എക്സിക്യൂട്ടീവ് അംഗം ടെറൻസ് ഡിൽസൺ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. മേഖലാ കൺവീനർ PK സുമോദ് മേഖലാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി സാജിദ് ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. എക്സിക്യൂട്ടീവ് അംഗം T. ഹാരിസ്, ജില്ലാ ട്രഷറർ മുസ്തഫ, സംസ്ഥാന കമ്മിറ്റി അംഗം രഘുനാഥ്, സെറ്റ്കോ ഡയറക്ടർ ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു. T. ഹാരിസിനെ പ്രസിഡന്റായും ടെറൻസ് ഡിൽസനെ സെക്രട്ടറിയായും PK സുമോദിനെ ട്രഷററായും സമ്മേളനം തെരഞ്ഞെടുത്തു. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം. കേരള പോലീസ് അക്കാദമി ക്യാമ്പസിനുള്ളിൽ വൻ മോഷണം. ലക്ഷങ്ങൾ വില വരുന്ന 2 ചന്ദനമരങ്ങളാണ് മോഷ്ടിക്കപ്പെട്ടത്. 30 വർഷത്തിലേറെ പഴക്കമുള്ള മരങ്ങളുടെ കാതലുള്ള ഭാഗങ്ങൾ മുറിച്ചു മാറ്റി. കനത്ത കാവലുള്ള അക്കാദമിയിൽ ഡിസംബർ 27-നും ജനുവരി 2-നും ഇടയിലാണ് മോഷണം നടന്നത്. അക്കാദമി എസ്റ്റേറ്റ് ഓഫീസറുടെ പരാതിയിൽ വിയൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മോഷണത്തിന് പിന്നാലെ അക്കാദമിയിൽ കർശന ജാഗ്രത വേണമെന്ന് പ്രത്യേക സർക്കുലർ ഇറക്കി അക്കാദമി അഡ്മിനിസ്ട്രേഷൻ. DYSP രാജ. വൃക്ഷങ്ങളേറെയുള്ള അക്കാദമിയിൽ രാത്രികാലങ്ങളിൽ പ്രത്യേക പട്രോളിംഗ് ഏർപ്പെടുത്തണമെന്നും സർക്കുലർ. കാസർഗോഡ് മുള്ളേരിയയിൽ 12-കാരന് ട്രാൻസ്ഫോമറിൽ നിന്ന് ഷോക്കേറ്റ സംഭവത്തിൽ KSEBക്കെതിരെ കുട്ടിയുടെ ബന്ധുക്കൾ. ട്രാൻസ്ഫോമർ അപകടകരമായ നിലയിൽ പ്രവർത്തിച്ചെന്ന് പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടായില്ലെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. മുള്ളേരിയ പൂത്തബലം സ്വദേശി മുസ്തഫയുടെ മകൻ ബിഷറുൽ ഹാഫിനാണ് പരിക്കേറ്റത്. കൂട്ടുകാർക്കൊപ്പം കളിക്കുന്നതിനിടെ അബദ്ധത്തിൽ ട്രാൻസ്ഫോമറിലേക്ക് തെറിച്ച് വീഴുകയായിരുന്നു. ഇടുക്കി ഉപ്പുതറയിൽ യുവതിയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. MC കവല സ്വദേശി മലയക്കാവിൽ രജനി സുബിനാണ് മരിച്ചത്. ഭർത്താവ് സുബിൻ ഒളിവിലാണ്. ഇയാൾക്കായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചു. കൊലപാതകമെന്നാണ് പ്രാഥമിക നിഗമനം. സുബിനും ഭാര്യ രജനിയുമായി കുടുംബകലഹം പതിവായിരുന്നു. ഇത് സംബന്ധിച്ച് പലതവണ പോലീസിൽ കേസും ഉണ്ടായിട്ടുണ്ട്. 1 മാസം മുമ്പാണ് ഇവർ ഈ വീട്ടിൽ വീണ്ടും ഒരുമിച്ച് താമസം ആരംഭിച്ചത്. ഇന്ന് ഇവരുടെ ഇളയ മകൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ രജനി അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ടു. മകൻ ഈ വിവരം ഗ്രാമപഞ്ചായത്ത് ബിജു ചെമ്പ്ലാവനെ അറിയിച്ചു. തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ രജനി തലയ്ക്ക് പരിക്കേറ്റ് ചോര വാർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കുട്ടികളെ സ്കൂളിൽ പോയിട്ട് വന്ന സമയത്ത് ഈ രജനി രക്തം വാർന്ന് കട്ട പിടിച്ച് കട്ടിലേക്ക് കിടക്കുന്ന അവസ്ഥയിൽ കണ്ടിട്ട് തൊട്ട് അയൽവാസികളോട് ചെന്ന് വിവരം പറഞ്ഞു. അവർ ഉടനെ എന്നെ വിളിച്ചു, ചെന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ മറ്റു 2-3 പേരെയും കൂടെ അയൽവാസികളെ പറഞ്ഞു വിട്ടു. അവർക്ക് വന്നപ്പോൾ ഇത് മരിച്ചു കിടക്കുന്നതാണെന്ന് സംശയം തോന്നി. വീണ്ടും വിളിച്ച് അതിനെ തുടർന്ന് നമ്മൾ പോലീസിൽ അറിയിച്ചു. പോലീസ് വന്നപ്പോൾ മരണം സ്ഥിരീകരിക്കപ്പെട്ടു. കുറച്ച് കാലങ്ങളായിട്ട് കുടുംബകലഹം ഇവരുടെ വീട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് അയൽവാസികൾക്കെല്ലാം അറിയാം. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ നടത്തുറപ്പ് മഹോത്സവം 2026 ജനുവരി 2 വെള്ളി രാത്രി 8 മണി മുതൽ ജനുവരി 13 ചൊവ്വ രാത്രി 8 മണി വരെ. വെർച്വൽ ക്യൂ ബുക്കിംഗ് ഡിസംബർ 16 മുതൽ ആരംഭിക്കുന്നു. ലാസർ ചേട്ടൻ, നമ്മുടെ ബ്രോക്കർ ചേട്ടൻ, ബസ്സിന് പിറകെ പാഞ്ഞുമടുത്തൊരു ശോകം ചേട്ടൻ. വേണം ചേട്ടന് ബൈക്ക്, നല്ലൊരു സൂപ്പർ ബൈക്ക്. ഹൈ വന്നു ധനലക്ഷ്മി, വന്നു സൂപ്പർ ബൈക്ക്. വായോ വായോ ധനലക്ഷ്മിക്ക് വായോ. വണ്ടി വാങ്ങാം, വീട് വെക്കാം, ബിസിനസ് ഡ്രീം പവർഫുൾ ആക്കാം. ധനലക്ഷ്മി, ധനലക്ഷ്മി, ധനകാര്യത്തിന് ധനലക്ഷ്മി.
ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ ജയിക്കുകയാണെങ്കിൽ എല്ലാ അമ്മപെങ്ങന്മാർക്കും 100 പവൻ സ്വർണം സൗജന്യമായി നൽകുന്നതായി ഉറക്കെ പ്രഖ്യാപിക്കുന്നു. കൂടാതെ യുവാക്കൾക്ക് സൗജന്യ പട്ടായിട്ട് ഏത് തള്ളും താങ്ങും സെൽസർ സെപ്റ്റിക് ടാങ്ക്. പൊട്ടാത്ത, നിറയാത്ത, ചോരാത്ത സെപ്റ്റിക് ടാങ്ക്. താങ്ക്സ് ടു മാക്സിവിഷൻ അഡ്വാൻസ്ഡ് ഐ കെയർ സർജറീസ്. ആളുകൾ കണ്ണടകളോട് വിട പറയുകയാണ്. സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ടെക്നോളജി, എക്സ്പീരിയൻസ് ഡോക്ടേഴ്സ് ആൻഡ് വേൾഡ് ക്ലാസ് പേഷ്യന്റ് കെയർ. ഞങ്ങൾ നോക്കിക്കൊള്ളാം. മാഡം ഇത് മറന്നു വെച്ചു. വായിച്ചു നോക്കേ. ജീവിതത്തിലെ ചെറുനന്മകൾ ആഘോഷിക്കുവാൻ പ്രത്യേകം തിരഞ്ഞെടുത്ത ചേരുവകളാൽ തയ്യാറാക്കിയത് എലൈറ്റ് പ്ലം കേക്ക്. Make this a solar-powered Christmas with Elite plum cakes. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്യൂറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വറ്റ്, the ultimate dandruff solution. Aquila Finance, the legacy of trusted service since 1995. കഴിഞ്ഞ 30 വർഷങ്ങളായി അക്വില ഫിനാൻസ് ഇവിടെ തന്നെയാണ് നമ്മളോടൊപ്പം കേരളത്തിൽ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. കോഴിക്കോട് മുക്കം വലിയ പറമ്പിൽ റോഡ് മുറിച്ച് കടക്കുകയായിരുന്ന സ്ത്രീയെ ബൈക്ക് ഇടിച്ച് തെറിപ്പിച്ചു. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലായിരുന്നു അപകടം. കാരശ്ശേരി സർക്കാർ പറമ്പ് സ്വദേശി ജ്യോതിക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇവരെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കാസർഗോഡ് സ്കൂട്ടറും ലോറിയും കൂട്ടിയിടിച്ച് DYSP ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരന് ഗുരുതര പരിക്ക്. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ജീവനക്കാരൻ ബാവിക്കര സ്വദേശി ബാബുരാജനാണ് പരിക്കേറ്റത്. അപകടത്തിൽ ഇയാളുടെ കാൽ അറ്റുപോയി. ഗുരുതരമായി പരിക്കേറ്റ ബാബുരാജനെ ചെങ്കളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ മമ്മിയൂരിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച മിനി ബസും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് 15ഓളം പേർക്ക് പരിക്കേറ്റു. കർണാടക സ്വദേശികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ പരിസരത്തെ വീടിന്റെ മതിലും റോഡരികിലെ ഇലക്ട്രിക് പോസ്റ്റും തകർന്നു. 3 കടകളും ഭാഗികമായി തകർന്നു. അശ്രദ്ധയോടെ വാഹനം ഓടിച്ചതാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ ബസ്സിനടിയിലേക്ക് മറിഞ്ഞ് വീണ് സ്കൂട്ടർ യാത്രിക മരിച്ചു. ഇരിങ്ങാലക്കുട സ്വദേശി ആഫിദയാണ് മരിച്ചത്. 10 കുളങ്ങരയിലെ ബന്ധുവീട്ടിൽ നിന്ന് മടങ്ങുകയായിരുന്ന ഇവർ നെല്ലിപ്പറമ്പിൽ വെച്ച് സ്വകാര്യ ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഈ സമയം പിറകിൽ നിന്ന് വന്ന ബൈക്കും ആഫിദയുടെ സ്കൂട്ടറിൽ തട്ടി. മറിഞ്ഞു വീണ ആഫിദയുടെ ശരീരത്തിൽ ബസ് കയറി ഇറങ്ങുകയായിരുന്നു. വാഹനത്തിൽ ഒരു കുട്ടിയും ബന്ധുവായ സ്ത്രീയും ഉണ്ടായിരുന്നു. രണ്ടുപേരും മറുവശത്തേക്ക് വീണതിനാൽ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കോഴിക്കോട് നഗരത്തിലും പാലാഴിയിലും ഡാൻസ് ഓഫിന്റെ നേതൃത്വത്തിൽ വൻ ലഹരിവേട്ട. നഗരത്തിലെ ലോഡ്ജിൽ നിന്നും 709.5 ഗ്രാം MDMA-യുമായി യുവാവിനെ പിടികൂടി. പാലാഴിയിൽ MDMA-യുമായി വിമുക്ത ഭടനും പെൺസുഹൃത്തും ഉൾപ്പെടെ 3 പേരും പിടിയിലായി. കോഴിക്കോട് നിന്നും റിയാസ് KMR തയ്യാറാക്കിയ വാർത്ത കാണാം. കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ 6 മാസത്തിനിടെയുള്ള ഏറ്റവും വലിയ ലഹരിവേട്ടയാണ് ഡാൻസ് ഓഫിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ ഇന്ന് നടന്നത്. കോഴിക്കോട് നഗരത്തിൽ നിന്ന് മാത്രം 709.5 ഗ്രാം MDMA-യാണ് ഇന്ന് പിടികൂടിയത്. നാദാപുരം വാണിമേൽ സ്വദേശി TKC ഷംസീറിനെയാണ് ഗോവിന്ദപുരത്തുള്ള സ്വകാര്യ ലോഡ്ജിൽ നിന്നും 709.5 ഗ്രാം MDMA-യുമായി പോലീസ് അറസ്റ്റ് ചെയ്തത്.
രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസാഫും പോലീസും ഇവിടെ എത്തി സ്വകാര്യ ലോഡ്ജിന്റെ വാതിൽ ബലമായി ചവിട്ടി തുറന്നാണ് പ്രതിയെ പിടികൂടുകയും മയക്കുമരുന്ന് കണ്ടെത്തുകയും ചെയ്തത്. മറ്റൊരു ലഹരിവേട്ട കോഴിക്കോട് പാലാഴിയിലെ വാടക വീട് കേന്ദ്രീകരിച്ചായിരുന്നു. ഇവിടെ വീട് വാടകയ്ക്കെടുത്താണ് കുറ്റ്യാടി സ്വദേശിയായ വിമുക്തഭടൻ സിഗിൻ ചന്ദ്രനും പെൺസുഹൃത്തായിട്ടുള്ള കുറ്റ്യാടി സ്വദേശി ദിവ്യയും നല്ലളം സ്വദേശി മുഹമ്മദ് ഷാഫിയും മയക്കുമരുന്ന് വിൽപ്പന നടത്തിയിരുന്നത്. ഇവരിൽ നിന്നും 8 ഗ്രാം MDMAയും പിടികൂടി. പന്തീരാങ്കാവ് പോലീസിന്റെ സഹായത്തോടെയാണ് പാലാഴിയിലെ ലഹരിവേട്ട ഡാൻസാഫ് സംഘം നടത്തിയത്. വിമുക്തഭടനായ സിഗിൻ ചന്ദ്രനും പെൺസുഹൃത്ത് ദിവ്യയും മുഹമ്മദ് ഷാഫിയും ചേർന്ന് ഏറെ നാളായി ഇത്തരത്തിൽ ലഹരി വിൽപ്പന നടത്തുന്ന കാര്യം ഡാൻസാഫിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നിരീക്ഷണം നടത്തി വരുന്നതിനിടെയാണ് ഇന്ന് 8 ഗ്രാം MDMAയുമായി ഇവർ പിടിയിലായത്. അങ്ങനെ കോഴിക്കോട് നഗരത്തിന്റെ 2 ഇടങ്ങളിൽ നിന്നായി 717.5 ഗ്രാം MDMAയാണ് ഇന്ന് ഡാൻസാഫ് സംഘവും പോലീസും ചേർന്ന് പിടികൂടിയത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. കേരള വിഷൻ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള മേഖലാ സമ്മേളനങ്ങൾ ആരംഭിച്ചു. തൃശൂർ തൃപ്രയാറിൽ നടന്ന മേഖലാ സമ്മേളനം സിഡ്കോ പ്രസിഡന്റ് K. വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തൃപ്രയാർ മേഖലാ പ്രസിഡന്റ് TM റഹീം അധ്യക്ഷത വഹിച്ചു. കാഞ്ഞാണി സിംല മാളിൽ ചേർന്ന സമ്മേളന യോഗത്തിൽ ജില്ലാ കമ്മിറ്റി മെമ്പർ സിജോ കുണ്ടുകുളം, തൃപ്രയാർ മേഖലാ സെക്രട്ടറി KR സുരേഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി KR ആര്യമാവ്, ട്രഷറർ EL ടോണി, ജില്ലാ സെക്രട്ടറി P. ആന്റണി, COA സംസ്ഥാന കമ്മിറ്റി ജനറൽ സെക്രട്ടറി PB സുരേഷ്, തൃശൂർ ജില്ലാ പ്രസിഡന്റ് TB സുഭാഷ്, തൃശൂർ ജില്ലാ ട്രഷറർ CG ജോസ്, KCCL MD PP സുരേഷ് കുമാർ, KG മനോജ്, P. ബിജുകുമാർ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് EL ടോണി, സെക്രട്ടറി TM റഹീം, ട്രഷറർ PP ഓംപ്രകാശ്, വൈസ് പ്രസിഡന്റ് ശ്രീമോൾ ബാബുകുമാർ, ജോയിന്റ് സെക്രട്ടറി KR ആര്യമാവ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായി സുമേഷ്, സുഭാഷ്, സിജോ, VS ഷാജു, നിഷാന്ത് എന്നിവരെ തെരഞ്ഞെടുത്തു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പരാമർശത്തിനെതിരെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മാന്നാർ SNDP വനിതാ സംഘം യൂണിയന്റെ നേതൃത്വത്തിൽ വനിതകളുടെ രക്തതിലക പ്രതിജ്ഞയും മാന്നാർ SNDP യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും യോഗവും നടന്നു. പ്രതിഷേധ സമ്മേളനം യൂണിയൻ ചെയർമാൻ KM ഹരിലാൽ ഉദ്ഘാടനം ചെയ്തു. കൺവീനർ അനിൽ P. ശ്രീരംഗം അധ്യക്ഷത വഹിച്ചു. മാന്നാർ ചെന്നിത്തല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ BK പ്രസാദ്, ബിനുരാജ്, ഗ്രാമപഞ്ചായത്ത് അംഗം രതീഷ് കാരാഴ്മ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. നമ്മുടെ ജനറൽ സെക്രട്ടറി മറ്റാരുമല്ല, അത് വെള്ളാപ്പള്ളി ജനറൽ സെക്രട്ടറി അല്ല, വെള്ളാപ്പള്ളി നടേശനുമല്ല, മറിച്ച് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ തിരികൊളുത്തി ഈ ലോകം വെളിച്ചം വീശിക്കൊണ്ടിരിക്കുന്ന SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിക്കെതിരെയാണ് പ്രചരണം നടത്തുന്നതെങ്കിൽ സംഘടന അതേ അടിസ്ഥാനത്തിൽ തന്നെ തിരിച്ചടിക്കുവാൻ തയ്യാറാകുമെന്നുള്ള കാര്യത്തിൽ എനിക്കോ നിങ്ങൾക്കോ സംശയമില്ല. സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ നടക്കുന്ന അൽബിർ സ്കൂളുകളുടെ മലപ്പുറം സോൺ പ്രീ പ്രൈമറി കിഡ്സ് ഫെസ്റ്റ് ജനുവരി 7-8 തീയതികളിലായി നടക്കും. മുനാക്കൽ ഗ്രേസ് ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ച് നടക്കുന്ന ഫെസ്റ്റ് പാണക്കാട് സയ്യിദ് അബ്ദുൾ റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ അൽബിർ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ ഡോക്ടർ KP മുഹമ്മദ് മുഖ്യാതിഥിയാകും. 2 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ 45 സ്കൂളുകളിൽ നിന്ന് 1300ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മാധ്യമങ്ങൾ വികസന വാർത്തകൾക്ക് മുൻഗണന നൽകണമെന്ന് PIB കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ V. പളനിച്ചാമി. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷന്റെ നേതൃത്വത്തിൽ നെടുമങ്ങാട് പ്രസ് ക്ലബിന്റെ സഹകരണത്തോടെ പ്രാദേശിക മാധ്യമ ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്താമാധ്യമങ്ങൾ വികസനവുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് ഇടം കണ്ടെത്തണമെന്നും അത്തരം വാർത്തകൾക്ക് മുൻഗണന നൽകണമെന്നും പളനിച്ചാമി IAS പറഞ്ഞു.
വാർത്ത എങ്ങനെ രൂപപ്പെടുത്തണമെന്നും ഏത് രീതിയിൽ പുറത്തു വരണമെന്നും തീരുമാനിക്കുന്നതിന് പിന്നിൽ ധാർമ്മികതയുടെ പല തലങ്ങളുണ്ട്. മൊബൈൽ ഫോണുകൾ കൈവശമുള്ള എല്ലാവർക്കും മാധ്യമപ്രവർത്തകരാകാൻ കഴിയില്ലെന്നും മാധ്യമപ്രവർത്തനത്തെ ധാർമ്മികതയോടെ സമീപിക്കുന്നവർക്ക് മാത്രമേ അതിന് സാധിക്കുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ നെടുമങ്ങാട് പ്രസ് ക്ലബ് സെക്രട്ടറി തെന്നൂർ ബി അശോക് അധ്യക്ഷനായി. PIB ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആതിര തമ്പി IAS ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. നെടുമങ്ങാട് പ്രസ് ക്ലബ് പ്രസിഡന്റ് നജി വിളയിൽ നന്ദി പ്രഭാഷണം നടത്തി. കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് അറിവ് പകരുക എന്നതാണ് വിവിധ ജില്ലകളിൽ PIB സംഘടിപ്പിക്കുന്ന ഇത്തരം ശില്പശാലകളുടെ ലക്ഷ്യമെന്ന് സംഘാടകർ പറഞ്ഞു. മന്നാർ കുട്ടൻപേരൂർ ശാന്തി നിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷവും പൊതിച്ചോറ് വിതരണവും സൗജന്യ മരുന്ന് വസ്ത്ര വിതരണവും നടന്നു. ചെന്നിത്തല ചെറുകോൽ ഈഴക്കടവ് അൽഫോൻസ ധ്യാന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങ് മാവേലിക്കര NSS താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് സതീഷ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ചാരിറ്റബിൾ സൊസൈറ്റി കൺവീനർ സതീഷ് ശാന്തിനിവാസ് അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം വർക്കലയിൽ നിന്നും 66 കിലോ ചന്ദനത്തടിയുമായി 5 പേർ പിടിയിൽ. വർക്കല സ്വദേശി നിഷാദ്, മലപ്പുറം സ്വദേശി അബ്ദുൾ കരീമ, വർക്കല ശിവഗിരി സ്വദേശി നസറുള്ള, ഇടവ സ്വദേശികളായ നൌഫൽ, ഹുസൈൻ എന്നിവരെയാണ് പാലോട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ V വിപിൻ ചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. പിടിയിലായ 5 പേരും ചന്ദന കള്ളക്കടത്ത് സംഘത്തിൽ ഉൾപ്പെട്ടവരാണെന്ന് വനം വകുപ്പ് അറിയിച്ചു. തൃശൂർ മാളയിൽ യുവാവിനെ ഹെൽമറ്റ് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതികൾ പിടിയിൽ. പുത്തഞ്ചിറ പുളിയിലക്കുന്ന് സ്വദേശികളായ സനീഷ്, അക്ഷയ് എന്നിവരെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. കണ്ണികുളങ്ങര സ്വദേശി മുഹമ്മദ് സെയ്ദറിനെയാണ് മുൻവൈരാഗ്യത്തെ തുടർന്ന് പ്രതികൾ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. മാള കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനുകളിലായി 2 വധശ്രമ കേസും 1 അടിപിടി കേസും അടക്കം 4 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് സനീഷ്. മലപ്പുറം വണ്ടൂരിൽ സ്ത്രീയെ ആക്രമിച്ച് മുളകുപൊടി എറിഞ്ഞ് സ്വർണ്ണാഭരണങ്ങൾ കവർന്ന മുഖംമൂടി സംഘം അറസ്റ്റിൽ. അമ്പലപ്പടി സ്വദേശി നിധിൻ, സഹോദരൻ നിഖിൽ, സഹോദരി ഭർത്താവ് ജിജേഷ് എന്നിവരെയാണ് വണ്ടൂർ പോലീസ് പിടികൂടിയത്. അമ്പലപ്പടി സ്വദേശി ചന്ദ്രമതിയുടെ 2 പവനോളം തൂക്കം വരുന്ന 2 വളകളാണ് ഇവർ കവർന്നത്. എറണാകുളം നെട്ടൂരിൽ ആൾതാമസമില്ലാത്ത ഫ്ളാറ്റിനോട് ചേർന്നുള്ള മാലിന്യ കൂമ്പാരത്തിൽ ആളുടെ മൃതദേഹം കണ്ടെത്തി. കരിമുകൾ സ്വദേശി സുഭാഷാണ് മരിച്ചത്. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് നിഗമനം. കുട്ടവഞ്ചിക്കാരാണ് മൃതദേഹം ആദ്യം കണ്ടത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സുഭാഷ് വീട് വിട്ടിറങ്ങിയിരുന്നു. സുഭാഷിനെ കാണാനില്ലെന്ന പരാതിയിൽ പുത്തൻകുരിശ് പോലീസ് കേസെടുത്തിരുന്നു. അതേസമയം കൊലപാതക സാധ്യത ഇല്ലെന്ന് മരട് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ അജിത നന്ദകുമാർ പറഞ്ഞു. സുഭാഷിന് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും മദ്യപിച്ച് ഫ്ളാറ്റിൽ നിന്നും താഴെ വീണതാകാമെന്നും പറഞ്ഞു. വന്ദേ ഭാരതിന്റെ പുതിയ സ്ലീപ്പർ ട്രെയിനുകളിൽ 2 എണ്ണം കേരളത്തിന് ലഭിച്ചേക്കും. ഒരു അമൃത് ഭാരത് ട്രെയിൻ നൽകുന്നതും പരിഗണനയിലുണ്ടെന്നാണ് സൂചന. വന്ദേ ഭാരതിന്റെ 12 സ്ലീപ്പർ ട്രെയിനുകളാണ് ഈ വർഷം പുറത്തിറക്കുന്നത്. അവ നൽകുന്നതിൽ ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾക്കായിരിക്കും മുൻഗണന. തിരുവനന്തപുരം ബംഗളൂരു, തിരുവനന്തപുരം ചെന്നൈ റൂട്ടുകളിലായിരിക്കും വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസ് അനുവദിക്കുക. 16 കോച്ചുകളിലായി 823 ബർത്തുകളുള്ള ട്രെയിനുകളായിരിക്കും നൽകുക. എറണാകുളത്ത് നിന്ന് ബീഹാറിലെ ജോഗ്ബനിയിലേക്കുള്ള അമൃത് ഭാരത് ട്രെയിൻ സർവീസും കേരളത്തിന് നൽകുന്നത് പരിഗണിക്കുന്നുണ്ട്. പ്രധാനമായും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ യാത്രാവശ്യങ്ങൾക്ക് ഈ സർവീസ് നിർണായകമാണ്. ഇടവേള. അനശ്വര നിമിഷങ്ങൾക്കായി അനശ്വര സൗന്ദര്യം. The moment a girl become a bride. Fulfill your wedding dreams with lightweight elegance. Anashura Jewelers, the queen of lightweights. Adu, Kochi and Kollam. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. മലയോര കർഷകരുടെ മായമില്ലാത്ത രുചിക്കൂട്ട് ബയോ മൗണ്ടൻ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ്. തലശ്ശേരി അതിരൂപതയുടെ സംരംഭം. കുന്നോത്ത്, ഇരിട്ടി.
കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസൻസ് കർഷകരുടെ പങ്കാളിത്തത്തോടെ കാർബൺ ക്രെഡിറ്റ് പ്രൊജക്ട്സ്, സ്ത്രീകളുടെ ആരോഗ്യത്തിനായി ഹെർബൽ സാനിറ്ററി നാപ്കിൻ, ഗ്രീൻ പാഡ്, പൂർണ്ണമായും സസ്യങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഹോം കെയർ പ്രൊഡക്ട്സ്, എക്കോ ഹാർവെസ്റ്റ്, നാളികേര ഉൽപ്പന്നങ്ങൾക്കൊപ്പം പ്രകൃതിദത്തമായ ഭക്ഷ്യോൽപ്പന്നങ്ങളുമായി കേരാടെക്. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. പ്രകൃതി നമുക്കായി കരുതി വച്ചിരിക്കുന്നു അത്യപൂർവ ഔഷധങ്ങൾ. ഔഷധി ഔഷധമാണ്, അത്ഭുതമല്ല. ഒരു കേരള സർക്കാർ സ്ഥാപനം. Now it's my Skazoo. Get ready to have your mind tied up. Mr. Made Skazoo from Skazan India. Sun Medical and Research Center. 5 മുതൽ 8 മിനിറ്റ് വരെയുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം വഴി MRI സ്കാനിംഗ് സാധ്യമാകുന്ന സൺ മെഡിക്കൽ ആൻഡ് റിസർച്ച് സെന്ററിലെ VPS സ്കാനിൽ ഒരുക്കിയിരിക്കുന്ന അത്യാധുനിക MRI സ്കാൻ ഇന്ത്യയിൽ തന്നെ ആദ്യമായി 3D ഇമേജിംഗ് ആൻഡ് പ്രൊപ്പല്ലർ വഴി ചെറിയ ചലനങ്ങളിൽ പോലും മികവാർന്ന ചിത്രങ്ങൾ ഒപ്പിയെടുക്കാൻ കഴിയുന്ന സംവിധാനമാണ്. തികഞ്ഞ സംതൃപ്തി ഉറപ്പു നൽകുന്നതോടൊപ്പം സാധ്യതകളുടെ വലിയ ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സൺ മെഡിക്കൽ ആൻഡ് റിസർച്ച് സെന്റർ, എ യൂണിറ്റ് ഓഫ് തൃശൂർ ഹാർട്ട് ഹോസ്പിറ്റൽ ലിമിറ്റഡ്, ഫസ്റ്റ് NABH അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ഇൻ തൃശൂർ. ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ നടത്തുറപ്പ് മഹോത്സവം 2026 ജനുവരി 2 വെള്ളി രാത്രി 8 മണി മുതൽ ജനുവരി 13 ചൊവ്വ രാത്രി 8 മണി വരെ. വെർച്വൽ ക്യൂ ബുക്കിംഗ് ഡിസംബർ 16 മുതൽ ആരംഭിക്കുന്നു. തൃശൂർ കൊടുങ്ങല്ലൂർ VP തുരുത്തിൽ വൻ കുടിവെള്ള മോഷണം. 80,000 ലിറ്ററിന്റെ കൂറ്റൻ ഭൂഗർഭ ടാങ്കിലാണ് കുടിവെള്ളം ഊറ്റി സംഭരിച്ചിരിക്കുന്നത്. കുടിവെള്ളത്തിൽ ഉപ്പ് കലർന്നെന്ന നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് വാട്ടർ അതോറിറ്റി നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന മോഷണം കണ്ടെത്തിയത്. വാട്ടർ അതോറിറ്റിയുടെ മെയിൻ ലൈനിൽ നിന്നും ശുദ്ധജലം ഊറ്റിയെടുത്ത വൺ ടാങ്കിൽ സംഭരിച്ച മണലൊഴുക്കുന്ന കേന്ദ്രമാണ് കണ്ടെത്തിയത്. VP തുരുത്ത് സ്വദേശി സുനിൽ ഷാദിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലത്ത് 80,000 ലിറ്റർ സംഭരണ ശേഷിയുള്ള ഭൂഗർഭ ടാങ്ക് നിർമ്മിച്ചാണ് കുടിവെള്ളം ഊറ്റിയെടുത്തിരുന്നത്. പ്രദേശത്തെ വീടുകളിൽ ഉപ്പ് കലർന്ന വെള്ളമാണ് ലഭിക്കുന്നതെന്ന പരാതിയെ തുടർന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് ജലമോഷണം കണ്ടെത്തിയത്. പുഴയിൽ നിന്നും വാരിയെടുക്കുന്ന മണൽ കഴുകാനായി കുടിവെള്ളം ഉപയോഗിക്കുകയായിരുന്നു. ജലമോഷണം നടത്തിയ സംഭവത്തിൽ സ്ഥലമുടമയ്ക്ക് പിഴ ചുമത്തുമെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പറഞ്ഞു. വാട്ടർ അതോറിറ്റിയുടെ മെയിൻ ലൈൻ ഒരു 75 mm PVC പൈപ്പിൻ്റെ ലൈനിൽ നിന്ന് അനധികൃതമായിട്ട് ഈ വീട്ടിലോട്ട് ഒരു കണക്ഷൻ, ഒരു പൈപ്പ് സ്ഥാപിച്ചിട്ട് അതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഒരു 80,000 ലിറ്ററോളം വരുന്ന ഒരു ടാങ്ക് നിറച്ച് അതിൽ നിന്ന് പുഴയിൽ നിന്ന് ഉപ്പ് മണലെടുത്തിട്ട് വാഷ് ചെയ്ത് വിൽക്കുന്നതാണ് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ഫൈൻ കണക്കൂട്ടിയിട്ടില്ല, നല്ലൊരു ഫൈൻ ഈടാക്കുന്നതായിരിക്കും. അതുപോലെ ഈ കണക്ഷൻ കട്ട് ചെയ്യുന്നതാണ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ സന്ധ്യ, റവന്യൂ ഓഫീസർ ജോബി, സീനിയർ പ്ലംബിംഗ് ഇൻസ്പെക്ടർ നാനാജി, ഓവർസിയർ സക്കീർ ഹുസൈൻ, രഞ്ജിത, മീറ്റർ ഇൻസ്പെക്ടർ ഷിബു എന്നിവരടങ്ങിയ സംഘമാണ് കുടിവെള്ള മോഷണം പിടികൂടിയത്. വർഷങ്ങളായി ഇവിടെ കുടിവെള്ളം മൂറ്റൽ നടന്നുവരുന്നതായി നാട്ടുകാർ പറയുന്നു. ഒരു 2.5 വർഷമായി, ശരിക്കും പറഞ്ഞാൽ 2.5 വർഷം ആയിട്ടുണ്ട് ഞാൻ ഒരു പരാതി കൊടുത്തിട്ട്. ഇവിടെ ഒന്ന് അന്വേഷിക്കുക ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. ഇപ്പോഴാണ് ഈ കഴിഞ്ഞ ശനിയാഴ്ച ഞാനും കൗൺസിലറും കൂടി പരാതി കൊടുക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അവർ ഇവിടെ വന്ന് അന്വേഷിക്കുകയും അവർ കണ്ട് കിട്ടി മെയിൻ ആയിട്ടുള്ള പൈപ്പിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. ശരണമന്ത്രം. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം, കുബേരാശ്രമം, ആയൂർ, കൊല്ലം. ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്കായി മികച്ച സൗകര്യങ്ങൾ ഒരുക്കി ആരോഗ്യവകുപ്പ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാധുനിക ആരോഗ്യ കേന്ദ്രങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. വിദഗ്ധ ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ ജീവനക്കാരുടെയും സേവനവും തീർത്ഥാടകരുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്നു. മകരവിളക്കിനായി ഡിസംബർ 30 നട തുറന്ന ശേഷം മാത്രം 11,785 പേർ ചികിത്സ തേടി എത്തിയതായി മെഡിക്കൽ ഓഫീസറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ KS സുജിത് കുമാർ പറഞ്ഞു. നമുക്കിവിടെ ബേസിക്കലി നമ്മൾ എമർജൻസി ഫെസിലിറ്റിയാണ് ഇവിടെ കൊടുക്കാറ്. നമുക്കിവിടെ ഡോക്ടേഴ്സ് പാനൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാർഡിയോളജിസ്റ്റ്, നമുക്കൊരു ഓർത്തോപീഡിഷ്യൻ ഉണ്ട്, ഒരു ഫിസീഷ്യൻ ഉണ്ട്, ഒരു പീഡിയാട്രീഷ്യൻ ഉണ്ട്,
നമുക്ക് 24/7 കാർഡിയോളജിസ്റ്റ് ഉണ്ട്, പൾമനോളജി ഡോക്ടർ ഉണ്ട്. ഇവരെല്ലാം അടങ്ങുന്ന ഒരു വലിയ ടീമാണ് നമുക്കുള്ളത്. പിന്നെ നമുക്കൊരു റണ്ണിങ് ഓപ്പറേഷൻ തിയേറ്റർ, പിന്നെ അതിന്റെ കൂടെ തന്നെ ഒരു ICU ഉണ്ട്. സീസൺ തുടങ്ങിയ പിന്നെ നമുക്കൊരു 150-170 കേസുകൾ നമുക്ക് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 12,000 പേര് വരുന്നുണ്ട്. അത് കുട്ടികളും മുതിർന്നവരും സ്ത്രീകളും അടക്കം ഒരു 12,000 പേര് വരുന്നുണ്ട്. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, സൂര്യദേവമഠം, കുബേരാശ്രമം, ആയൂർ, കൊല്ലം. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 12,725 രൂപ, പവന് 1,01,800 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,565 രൂപ, പവന് 84,520 രൂപ. വെള്ളി ഗ്രാമിന് 255 രൂപ, കിലോ 2,55,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. കൊച്ചി മുസ്ലിസ് ബിനാലെയിൽ പ്രദർശിപ്പിച്ച വിവാദ ചിത്രം പിൻവലിച്ചു. ടോം വട്ടക്കുഴി വരച്ച മൃദുവാംഗിയുടെ ദുർമൃത്യു എന്ന ചിത്രമാണ് പിൻവലിച്ചത്. ചിത്രം യേശുക്രിസ്തുവിൻ്റെ അന്ത്യ അത്താഴത്തെ അപമാനിക്കുന്നതാണെന്ന് ചിലർ വിമർശിച്ചിരുന്നു. ക്രൈസ്തവ വിശ്വാസങ്ങളെ മുറിപ്പെടുത്തുന്നതാണ് ചിത്രമെന്ന് ചൂണ്ടിക്കാട്ടി ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ പരാതി നൽകിയിരുന്നു. സിറോ മലബാർ സഭയും പ്രതിഷേധം കടുപ്പിച്ചിരുന്നു. പ്രതിഷേധങ്ങളെ തുടർന്ന് പ്രദർശനവേദി ഡിസംബർ 30 അടച്ചിട്ടിരുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ അന്ത്യ അത്താഴ വിരുന്നുമായി ചിത്രത്തിന് ബന്ധമില്ലെന്നും ഒരു നാടകത്തെ ആസ്പദമാക്കിയാണ് ചിത്രം വരച്ചതെന്നുമാണ് ടോം വട്ടക്കുഴി പറഞ്ഞത്. ചിത്രകാരനും ക്യൂറേറ്ററുമായി സംസാരിച്ചിരുന്നു. ശേഷം പൊതുജന താൽപര്യാർത്ഥമാണ് ചിത്രം പിൻവലിച്ചതെന്നാണ് ബിനാലെ അധികൃതർ വ്യക്തമാക്കുന്നത്. ചിത്രം പിൻവലിച്ചതിനെ സംബന്ധിച്ച ടോം വട്ടക്കുഴി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് ഫെബ്രുവരി 14 തുടക്കമാകും. 14 ടീമുകളും ടൂർണമെന്റിൽ പങ്കെടുക്കും. ഹോം എവേ രീതിയിലായിരിക്കും മത്സരങ്ങൾ. 91 മത്സരങ്ങളാണ് ഉണ്ടാവുക. കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ, ഓൾ ഇന്ത്യ ഫുട്ബോൾ അസോസിയേഷനും 14 ക്ലബ്ബുകളുടെ പ്രതിനിധികളും പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം. തൃശൂർ അതിരപ്പള്ളിയിൽ അമ്പലത്തിന് നേരെ കാട്ടാന ആക്രമണം. തൊട്ടടുത്ത ലയങ്ങളും ആനകൾ പൊളിച്ചു. കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി എസ്റ്റേറ്റ് 17-ാം ബ്ലോക്കിലെ ശിവക്ഷേത്രത്തിനും തൊട്ടടുത്ത തൊഴിലാളി ലയങ്ങൾക്കും നേരെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. കഴിഞ്ഞ രാത്രിയിലായിരുന്നു സംഭവം. അമ്പലത്തിൽ കയറിയ ആനകൾ ശ്രീകോവിലിന്റെ കട്ടിളയും തൊട്ടടുത്ത ഓഫീസിന്റെ വാതിലും തകർത്ത് സാധനങ്ങൾ പുറത്തേക്ക് വലിച്ചിട്ട നിലയിലാണ്. നിരന്തരമായുള്ള കാട്ടാന ആക്രമണത്തിൽ പ്രദേശവാസികൾ കടുത്ത പ്രതിഷേധത്തിലാണ്. ഇതിനുമുമ്പ് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഇതിപ്പോൾ ശ്രീകോവിലിൻ്റെ കട്ടില വരെ തൊട്ടടുത്ത ഓഫീസിൽ ഉള്ള ഗ്യാസും കുറ്റി, അടുപ്പ് എന്ന് വേണ്ട ഓഫീസ് മൊത്തം നശിപ്പിച്ച് 2 ഡോറും തകർന്നത്. എല്ലാ ശ്രീകോവിലിൻ്റെ കോവിൽ തകർത്തു. എല്ലാ കാര്യങ്ങളും മൊത്തം നശിപ്പിച്ചു. പിന്നെ തൊട്ടടുത്ത് തന്നെ TSR ഫാക്ടറിന് തൊട്ടടുത്ത് തന്നെയുള്ള ക്വാർട്ടേഴ്സ്, അമ്പലത്തിന് തൊട്ടടുത്തുള്ള ക്വാർട്ടേഴ്സുകൾ മൊത്തം 2-3 പ്രാവശ്യം പൊളിക്കണേ. എങ്കിലും ഇപ്പോഴും വീണ്ടും അത് ഒരു സംവിധാനം ഇതുവരെ ചെയ്തു തന്നിട്ടില്ല. ഇതിന് എന്തായാലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ, എന്തായാലും കടുത്തൊരു തീരുമാനം ഇതിലേക്ക് പോയില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരുടെ പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. അമ്പലത്തിനോട് ചേർന്നുള്ള രാജേന്ദ്രൻ, ഷാജി എന്നിവരുടെ ക്വാർട്ടേഴ്സുകൾ പൊളിച്ച് അകത്ത് കയറിയ ആനക്കൂട്ടം വീട്ടിലെ സാധനങ്ങളെല്ലാം നശിപ്പിച്ചു. 1 മാസം മുമ്പ് തൊട്ടടുത്ത പള്ളിയും കാട്ടാനക്കൂട്ടം ആക്രമിച്ചിരുന്നു. കാട്ടാന ഭീഷണി നേരിടുന്ന പ്രദേശമാണ് TSR ക്വാർട്ടേഴ്സ്. കാട്ടാന ഭീഷണി മൂലം 60ഓളം കുടുംബങ്ങൾ ഇവിടെ നിന്നും സ്ഥലം മാറിപ്പോയി. ആനപ്പേടി മൂലം ഈ ഭാഗത്തുള്ള തൊഴിലാളികൾ രാത്രി വെറ്റിലപ്പാറ ഭാഗത്ത് വാടക വീട്ടിലാണ് താമസം. അതുമൂലമാണ് ആളപായം ഒഴിവായത്.
ലയങ്ങൾ ആന നശിപ്പിക്കാതിരിക്കുന്നതിന് ലയങ്ങൾക്ക് ചുറ്റും പവർ ഫെൻസിംഗ് സ്ഥാപിക്കണമെന്ന് മാനേജ്മെന്റിനോട് തൊഴിലാളികളും തൊഴിലാളി യൂണിയനുകളും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതുവരെ പവർ ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടില്ല. ഫെൻസിംഗ് സ്ഥാപിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകില്ലെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. ഇടവേള. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. മാഡം ഇത് മറന്നു വെച്ചു. വായിച്ചു നോക്കിയേ.